പ്രിയമുള്ളവരെ, ഒരു ബയോളജിക്കൽ ഫാദർ എത്രത്തോളം അറിയുന്നതിനേക്കാൾ എത്രയോ ഉപരി എൻ്റെ പിതാവ് എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ബയോളജിക്കൽ ഫാദർ. എൻ്റെ അപ്പൻ്റെ മടി കിടന്ന് ഒത്തിരി കഥകൾ കേട്ടിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു ഞാൻ. ഇപ്പോഴും ഓർക്കുന്നു, ചാരുകസേര വെളിയിലിട്ടിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കഥകൾ പറഞ്ഞു ഒത്തിരി ലാളിച്ച് വളർത്തിയതാണ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൂസൻ റോബി തോമസ് ഓസ്ട്രേലിയയിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തൃദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൂസൻ റോബി തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു സുവർണ അവസരം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി, മഹത്വ, സ്തോത്രം അർപ്പിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ എന്നെ അരോമ ടിവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ നസ്രത്ത് തെരേസ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ആന്റിയോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ബഹുമാനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, വിടുതലുകളാണ് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് മിനി, ഒഫീഷ്യൽ നെയിം സൂസൻ റോബി തോമസ് എന്നാണ്. ഞാൻ സൗത്ത് ഓസ്ട്രേലിയയിലെ അഡിലെയ്ഡ് എന്ന പട്ടണത്തിൽ താമസിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. എനിക്ക് മോള് വിവാഹിതയായി മെൽബണിലായിരിക്കുന്നു. മോന് എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് മർത്തോമ കുടുംബത്തിലാണ്. തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ PT മത്തായി സാറിൻ്റെയും അന്നമ്മ മത്തായിയുടെയും ഇളയ മകളായി 6 മക്കളിൽ ഏറ്റവും ഇളയ കുഞ്ഞായി ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എനിക്ക് 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. അതിൽ എൻ്റെ നേരെ മൂത്ത സഹോദരന് ഇന്ന് കർത്തൃസന്നിധിയിലായിരിക്കുന്നു, ഒരു സഹോദരന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലമായിരുന്നു എനിക്കുള്ളത്. ഞാൻ മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും ചെറുപ്രായം മുതൽ കർത്താവുമായിട്ടുള്ള വലിയൊരു സ്നേഹം, ബന്ധം എനിക്കുണ്ടായിരുന്നു. അനേക ക്യാമ്പുകളിൽ പങ്കെടുക്കുവാൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളാണുള്ളത്. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലെ ഇളയ കുഞ്ഞ് മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുഞ്ഞും കൂടെ ആയിരുന്നത് കൊണ്ട് ഒത്തിരി സ്നേഹവാത്സല്യങ്ങൾ ഞാൻ ഏറ്റാണ് വളർന്നത്. അതുപോലെ ആ നാട്ടിലെ തന്നെ ഒരു കണ്ണിലുണ്ണി ആയിരുന്നെന്ന് തന്നെ പറയാം. ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിക്കുന്നത് പറഞ്ഞാൽ, മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഞാൻ കടന്നുപോയ വഴികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാ ഈ ബാല്യകാലം. എൻ്റെ ബാല്യകാലം, കൗമാരം, യൗവനത്തിന്റെ ആദ്യ കാലങ്ങൾ വരെ വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. എൻ്റെ സ്കൂളിങ് ഞാൻ അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എൻ്റെ പിതാവ് പഠിപ്പിച്ച സ്കൂളിലും വേറൊരു സ്കൂളിലുമായിട്ട് നടത്തി. അതിനുശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഞാൻ അവിടെ നിന്ന് കെമിസ്ട്രിയിൽ എടുത്തു. അതിനുശേഷം എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഹയർ സ്റ്റഡീസിന് വേണ്ടി എന്നെ ബോംബെക്ക് വിട്ടു. അന്ന് എൻ്റെ മൂത്ത ബ്രദറും കുടുംബവും, എൻ്റെ സഹോദരി, വേറൊരു സഹോദരൻ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നാട്ടിലെ അതേ അന്തരീക്ഷത്തിൽ തന്നെ എനിക്ക് ബോംബെയിലായിരിക്കാൻ ഇടയായി. അവിടെ ചെന്ന് എനിക്ക് ഉടൻ തന്നെ അവിടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളിൽ ജോലി കിട്ടാനിടയായി. ആമേൻ. അവര് ട്രെയിനിങ് ഒക്കെ തന്ന് അങ്ങനെ 3 വർഷം കൊണ്ട് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ FDA അപ്രൂവ്ഡ് കെമിസ്റ്റ് ആയിട്ട്
കർത്താവ് എന്നെ അവിടെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നു. അങ്ങനെ വളരെ സന്തോഷമായി അവിടെയും ആത്മീയ ജീവിതം നന്നായി തന്നെ കൊണ്ടുപോകുവാൻ ഇടയായി. അറിയാമല്ലോ, നാട്ടിലെ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന നമ്മള് വീട്, കോളേജ്, ജോലി, അങ്ങനെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെന്ന് വന്നത്. പിന്നെ ചർച്ച ആക്ടിവിറ്റീസുകൾ, അങ്ങനെ വളരെ ആക്റ്റീവായി ജീവിച്ച വന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോഴ് 92 എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാട്ടിലേക്ക് വരണം, ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചു പറയാനിടയായി. അങ്ങനെ അതനുസരിച്ച് ഞാൻ കേരളത്തിലേക്ക് വന്നു. പെണ്ണുകാണലും ചടങ്ങുകളും എല്ലാം പെട്ടെന്ന് നടന്നു. അങ്ങനെ 92 നവംബർ 16 പോണ്ടിച്ചേരിയിൽ ജനിച്ചു വളർത്തപ്പെട്ട ശ്രീ ഉമ്മൻ തോമസിന്റെയും ശ്രീ ശോശാമി ഉമ്മന്റെയും സണ്ണ് റോബി തോമസുമായിട്ടുള്ള വിവാഹം മംഗളകരമായി കോഴഞ്ചേരി മർത്തോമ പള്ളിയിൽ വെച്ച് നടക്കുവാനിടയായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ സമയത്ത് എൻ്റെ പിതാവിനും എനിക്ക് മദ്യപാനികളെയോ പുകവലിക്കുന്നവരും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ചെറുപ്രായം മുതലേ എൻ്റെ വിചാരം ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ പ്രത്യേകമായിട്ട് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ വിചാരമായമ്മ ഞാൻ വളരെ നല്ലൊരു സ്വഭാവത്തിനുടമയാണ്, ഇപ്പം ലോകപരമായി നോക്കുമ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും വേണ്ട. അങ്ങനെ ഇപ്പൊ ഇദ്ദേഹത്തെ കണ്ടപ്പോഴെല്ലാവർക്കും വളരെ സന്തോഷം. സുമുഖനും സുന്ദരനും 6 അടി പൊക്കവുമുള്ള ഒരു വ്യക്തി. എന്നാ പുറമേ ഉള്ളതായിരുന്നു നമ്മളന്ന് നോക്കിയത്. ഹല്ലേലൂയ. നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ചെറിയൊരു ഹിന്റ് പോലും മദ്യപാനത്തെ കുറിച്ച് ഒന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ എന്നാൽ ഒരു ഹറിബറിയായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു എന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു. അതുപോലെ 2 പ്രാവശ്യം ദൈവം ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കല്യാണാലോചനയ്ക്ക് എൻ്റെ പിതാവും ബ്രദറിലോയും കൂടെ പോയപ്പോഴ് അവർക്ക് ട്രെയിൻ മിസ്സായി. അവർ ടാക്സി പിടിച്ചു പോയി. അവര് അത് ക്യാച്ച് ചെയ്ത് പോകാനിടയായി. പിന്നെ ആ സമയത്ത് പ്രകൃതിക്ഷോഭത്തിന്റെ വലിയൊരു പ്രശ്നം ആ സമയത്ത് ഉണ്ടാകാനിടയായി. ഇതൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചിലതിൽ കൂടെ ഒക്കെ നമ്മളെ കടത്തി വിടേണ്ടി വരും, നാം അറിയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾക്കകത്തൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ കല്യാണം ഭംഗിയായിട്ട് വളരെ മംഗളകരമായി നടന്നു. അന്ന് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവും 2 സഹോദരിമാരുമാണ്. പിതാവ് അദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിൽ തന്നെ മരിച്ചുപോയി. അദ്ദേഹം എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും, മമ്മി നഴ്സിംഗ് സൂപ്രണ്ടുമായിരുന്നു. എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള വിവാഹവും എല്ലാം നന്നായി നടന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങള് 10 ദിവസം കേരളത്തിലുണ്ടായിരുന്നു. 10 ദിവസം കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് അതിനുശേഷം പോയി. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് ഞങ്ങള് വലിയ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും എല്ലാം വിളിച്ച് റിസപ്ഷൻ നടത്തി. പ്രിയമുള്ളവരെ, ആ രാത്രിയില് റിസപ്ഷൻ നടന്ന രാത്രിയില് ഈവനിങ്ങിലായിരുന്നു റിസപ്ഷൻ. അതിനുശേഷം അദ്ദേഹം വളരെ മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരേണ്ട ഒരവസ്ഥ വന്നു. ഓർക്കണമേ, വളരെ പ്രതീക്ഷയോടെ നാം വിവാഹത്തിലേക്ക് കടന്ന നമ്മൾ, അതിൽ മദ്യപാനികളെ ഞാൻ കണ്ടിട്ടുള്ളത്, റോഡിൽ കൂടെ നടന്നു പോകുന്ന മദ്യപാനികളെ ആ കാലത്ത് കണ്ടിട്ടുള്ളത്. അത് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പം ഇന്ന് ഇത് കേൾക്കുമ്പോൾ മദ്യപാനം വലിയ പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും. എന്നാൽ 23 വയസ്സുള്ള ഒരു വ്യക്തി വളരെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് എനിക്കിത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി അദ്ദേഹം സോബറായി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അത് ചോദിക്കുന്ന ഇഷ്ടമില്ലാതായി. പെട്ടെന്ന് വലിയ കോപം വരുന്നു. അങ്ങനെ ആ തുടക്കം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു കല്ലുകടിയായിരുന്നു. ആദ്യം തന്നെ എനിക്ക് ആരോടും പറയാനൊങ്ങുന്നില്ല. കാരണം ഓർക്കണമേ, ഞാൻ വേറൊരു സ്റ്റേറ്റിലാണ്. ഹല്ലേലൂയ. ആരോടും സംസാരിക്കാൻ എനിക്കില്ല, ആരോടും പറയാനില്ല. അല്ല, മാതാപിതാക്കളൊക്കെ കേരളത്തിലാണ്. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു, എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെട്ടു. അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം ദോഹയിൽ ജോലി ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ ജോലി ബോംബെയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ മമ്മിയുടെ കൂടെ താമസിക്കാനായിട്ട് നേരത്തെ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു. അങ്ങനെ 1 മാസത്തിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് ചെറുതായിട്ട് എനിക്കൊരു
പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രണ്ട് സംസ്കാരമാണെന്നും വലിയ ബുദ്ധിമുട്ടായിട്ട്, കാരണം കേരളത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല പോണ്ടിച്ചേരിയിലെ. അവിടെ ഫ്രഞ്ചുകാരും അനേക ആ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലും മദ്യപാനം ഒത്തിരി അങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ അതെനിക്ക് വളരെ പ്രയാസമായി തോന്നി. എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ഉൾക്കൊള്ളുന്നതിനപ്പുറമായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ മമ്മിയുമായിട്ട് റോബ്ജാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഞാൻ അവിടെ കമ്പ്യൂട്ടർ കോഴ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷകരമായി. മാതാവും എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സിനെ ഒക്കെ നേരത്തെ തന്നെ കല്യാണം കഴിച്ചിരുന്നു. റോബ്ജാനാണ് ഏറ്റവും അവസാനം കല്യാണം കഴിച്ചത്. അങ്ങനെ ജീവിതം പോയി. ഒരു വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം ദുബായിലേക്ക് വരികയും എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകുകയും ചെയ്തു. അപ്പൊ ഈ സമയത്തെല്ലാം ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ മദ്യപാനത്തെ കുറിച്ച് എനിക്ക് ചെറിയ ഒരു ഹിന്റ് കിട്ടിയതല്ലാതെ അദ്ദേഹം മദ്യപാനിയാണോ അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അങ്ങനെ ദുബായിൽ ജീവിതം ആരംഭിച്ചു. ഷാർജയിൽ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. എനിക്ക് ചെന്നിട്ട് 8ാമത്തെ ദിവസം തന്നെ ജോലി ലഭിച്ചു. എന്നാൽ കുറഞ്ഞ സമയത്തിന് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവ് തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന്. കാരണം അവിടെ വെള്ളിയാഴ്ച അവധി കിട്ടുന്നത്. വ്യാഴാഴ്ച തുടങ്ങുന്ന രാത്രിയിൽ തുടങ്ങുന്ന മദ്യപാനം ശനിയാഴ്ചകളിലേക്ക് പോയി ചിലപ്പോൾ സാറ്റർഡേ ജോലിക്ക് പോകാത്ത രീതിയിൽ അദ്ദേഹം മാറ്റപ്പെടുവാൻ ഇടയായി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പ്രിയമുള്ളവർ, അതിൻ്റെ കൂടെ അദ്ദേഹം ഭയങ്കര കോപിഷ്ഠനായിരുന്നു. ഒന്നും നമുക്ക് സംസാരിക്കാനൊക്കത്തില്ല. അപ്പം ഒരു ദിവസമാണ് ലെഷർ കിട്ടുന്നത്. ആ ദിവസം ഇങ്ങനെ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എനിക്കൊരു മനുഷ്യരോട് ഞാൻ വിളിച്ച് പറയത്തില്ല. എൻ്റെ മാതാവിനും പിതാക്കന്മാരോടോ എൻ്റെ സഹോദരങ്ങളോടോ എൻ്റെ മദറിനോടോ ഒന്നും പറയാതെ ഞാനിങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രിയമുള്ളവരെ, ഒത്തിരി പ്രതികൂലങ്ങൾ ഞാൻ കടന്നുപോയ ഒരു വ്യക്തിയാ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ ഭാഗങ്ങൾ മാത്രമേ തൊട്ട് പോകത്തുള്ളൂ. കാരണം ഞാൻ നിങ്ങളോട് പറയാം, പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കള്ളൻ വരുന്നു. ഹല്ലേലൂയ. കള്ളൻ വന്ന് അറുത്ത് മുടിച്ചത്, ഹല്ലേലൂയ, അവന്റെ പ്രവൃത്തികളെ എനിക്ക് അധികം വർണ്ണിക്കണ്ട. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ജീവന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാനോടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഒരു രാത്രിയില്, ഒരു ഈവനിങ്ങില്, ഒരു സാറ്റർഡേയില് അവിടെ ദുബായിൽ ഒരു എക്സ്പോയുടെ പ്രോഗ്രാമിന് വേണ്ടി പോകാൻ വേണ്ടി നമുക്കൊന്ന് പോകാം എന്ന് അവിടെ എന്തോ ഫ്ലവർ ഷോ നടക്കുക, നമുക്കൊന്ന് പോകാമെന്ന് പറയുക. അദ്ദേഹം വളരെ കോപിഷ്ഠനായി. അദ്ദേഹത്തിന് മദ്യപിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാ. വീട്ടിൽ ഇങ്ങനെ മണിക്കൂറുകൾ മദ്യപിച്ചും പുകവലിച്ചും ഇങ്ങനെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യും. അപ്പൊ അതിനകത്ത് എനിക്ക് സംസാരിപ്പാനോ പോകാനോ എടുക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ചോദിക്കുക. അദ്ദേഹം വളരെ കോപിഷ്ഠനായി. അദ്ദേഹത്തിന്റെ കസിൻസ് ദുബായിലുണ്ട്. ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അവരെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇവരെ പെട്ടെന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ ഉപദ്രവിച്ചു. അതിനുശേഷം അവരെ വിളിച്ചങ്ങനെ സംസാരിക്കാനിടയായി. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പെട്ടെന്ന് വന്നു. ദുബായിൽ നിന്ന് റോബ്ജാന്റെ കസിൻസ് വന്ന് എന്നെ പെട്ടെന്ന് അവരുടെ കൂടെ ദുബായിലേക്ക് കൊണ്ടുപോയി. ആ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് പെട്ടെന്ന് പറഞ്ഞു, കേരളത്തിലേക്ക് വിടാം. ഞാൻ പറഞ്ഞു, എന്നെ ഒരിക്കലും കേരളത്തിലേക്ക് വിടരുത്, എൻ്റെ മാതാപിതാക്കൾ തകർന്നു പോകും. അവര് വളരെ പ്രതീക്ഷയോടെ എന്നെ വിവാഹത്തിലേക്ക് വിട്ടിട്ട് എനിക്കത് അവർക്കത് താങ്ങാൻ പറ്റാതാകും. അതുകൊണ്ട് എന്നെ ബോംബെയിലേക്ക് എൻ്റെ സഹോദരന്റെ അടുത്തേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഓർക്കണമേ, എനിക്ക് എൻ്റെ മൊബൈലില്ല, എൻ്റെ വസ്ത്രങ്ങളില്ല. ഞാൻ നിന്ന പടിയാണ് പോയിരിക്കുന്നത്. അങ്ങനെ ആ രാത്രിയിൽ തന്നെ അവർ ടിക്കറ്റ് എടുത്തു എന്നെ ബോംബെയിലേക്ക് വിടാനിടയായി. എൻ്റെ സഹോദരനും എൻ്റെ സിസ്റ്ററിലും ഒക്കെ എന്നെ കണ്ടപ്പോൾ അവർ തകർന്നു പോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവാഹം കഴിച്ചുവിട്ട പൈതല് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു അവസ്ഥയിലായല്ലോ എന്ന് ഓർത്ത് അവരൊക്കെ ഒത്തിരി ദുഃഖിച്ചു. എന്നാൽ അവരെന്നെ വളരെ സ്നേഹത്തോട് ചേർത്തു. എന്നാ നാട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. അന്ന് രാത്രിയില് അദ്ദേഹം എന്തോ ചെയ്തെന്ന് വെച്ചാല് കേരളത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മിനി ഈസ് ഡെഡ്, ഹെർ ഡെഡ് ബോഡി ഈസ് ഇൻ ദ മോർച്ചറി. നിങ്ങളൊന്ന് ഓർക്കണമേ, അപ്പോഴത്തേന് നാടൊക്കെ ഇളകി. വീട്ടുകാര് സഹോദരങ്ങളെല്ലാം ഭയങ്കര ഭാരത്തിലായി. എൻ്റെ ഭയങ്കര എന്ത് ചെയ്യണം എന്നറിയാതെ അവര് തകർന്നു നിൽക്കുക. അവരറിയുന്നില്ല ഞാൻ സേഫായിട്ട് ബോംബെയിൽ വന്ന കാര്യം.
അവരെ എൻ്റെ മൂത്ത ബ്രദറിനെ വിളിച്ച് വിവരം പറയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ അവിടെ സമാധാനമായിട്ട് എത്തി. അങ്ങനെ അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആകുകയും എന്തും ഏതും പറയുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. പിന്നെ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചത്, പ്രിയമുള്ളവരെ, പിന്നെ ഫോൺ വിളിയായി. ഞാൻ ചെന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ് തൽക്കാലം. അപ്പോഴത്തേന് വന്നില്ലെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താനിടയായി. എൻ്റെ ഹൃദയം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ വന്നിട്ടുള്ളൂ. ആ വ്യക്തി എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഞാൻ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയായിരുന്നു. ഇതിന് സ്നേഹത്തിന്റെ സമയങ്ങളോ കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിലും സ്നേഹത്തിന്റെ സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി സ്നേഹിച്ച വ്യക്തി, എനിക്ക് ഈ വ്യക്തി ഇങ്ങനെ ആകുന്നത് കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മടങ്ങി പോകാനിടയായി. വീണ്ടും 1.5 മാസം ഭയങ്കര ഓക്കെ ആയിട്ടിരുന്നു. വീണ്ടും പതുക്കെ മദ്യപാനം വീണ്ടും ആരംഭിച്ചു. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കൺസീവായി. 94-ല് ഞാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാനിടയായി. കുഞ്ഞു ബോണായി അവിടെ. അതിനുശേഷം മമ്മി പറഞ്ഞു 6 മന്ത്സിനകത്ത് എന്റെ മദറിലോ പറഞ്ഞു, മമ്മി കുഞ്ഞിനെ നോക്കാം, മോള് ജോലിക്ക് പോവല്ലേ. അങ്ങനെ ഞാൻ കുഞ്ഞിനെ പോണ്ടിച്ചേരിയിൽ വിട്ടു. വീണ്ടും ഞങ്ങളുടെ ലൈഫ് അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് വളരെ കഷ്ടത്തിന്റെ നടുവിൽ കൂടെ, കണ്ണുനീരിന്റെ നടുവിൽ കൂടെ, തീച്ചൂളയുടെ നടുവിൽ കൂടെ, ഓരോന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലുള്ള അനുഭവങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. ജോലിക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ഭാരത്തോടാ പോകുന്നത്. എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുക. ഇത്രയും സന്തോഷകരമായി ജീവിച്ച് ഞാൻ, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഈ വ്യക്തിയെ കുറിച്ചുള്ള വേദനയും പ്രയാസവും എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴ് ചെറുതായിട്ടൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അറിവ് കിട്ടി. ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അവിടെ ഉണ്ട്. അവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞിന്റെ ബർത്തിന് ശേഷം അദ്ദേഹത്തിൽ കുറച്ച് വ്യത്യാസം വന്നോ എന്ന് ചോദിച്ചാൽ കുറച്ച് വ്യത്യാസം വന്നു. പിന്നെയും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിച്ചാലും മദ്യപിക്കണം, സങ്കടപ്പെട്ടാലും മദ്യപിക്കണം, പിന്നെ വയലൻസിലേക്ക് പോകുന്ന അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ 94 അത് കഴിഞ്ഞിട്ട് 97 ആയപ്പോഴത്തേന് ഇതിനിടയ്ക്ക് ഞാൻ ഇന്ത്യയിലേക്ക് 1-2 പ്രാവശ്യം വരികയും കുഞ്ഞുങ്ങളെ കാണുകയും പോവുകയും ഒക്കെ ചെയ്തു. 97-ല് മോനെ കൺസീവ് ആകാനിടയായി. മോനെ കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ 5-ാം മാസമായപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ ഉപദ്രവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്റെ പ്രഗ്നൻസിയിൽ അദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, എന്നെ ഒത്തിരി ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി ഉള്ള അബ്യൂസ് ഒത്തിരി ആയിരുന്നു. ഒത്തിരി ദേഹോപദ്രവം എനിക്ക് കേൾക്കേണ്ടി വന്നു. ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ പറയേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ആ സമയത്തൊക്കെയും ഞാൻ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും. പക്ഷെ എനിക്ക് കർത്താവുമായിട്ട് ഞാൻ കർത്താവിനോട് വിവരങ്ങൾ പറയും. എന്നാൽ അവിടെയും എനിക്ക് അധികം പള്ളിയിൽ പോകാനുള്ള സമയങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യമില്ലാത്ത അവസരത്തിൽ കൂടെ കടന്നുപോയി. 97-ല് ഞാൻ 5th മന്തിൽ അദ്ദേഹം എന്നെ കേരളത്തിലേക്ക് അയച്ചു. അതിനുശേഷം അതിന്റെ 97 സെപ്റ്റംബർ 1-ന് മോന് ബോൺ ആകാനിടയായി. ആ സെയിം ഡേയില് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ജോലി രാജിവെച്ച് കേരളത്തിലേക്ക് വന്ന് എന്നെ വളരെ സ്നേഹമായിട്ട് കാണുകയും കുഞ്ഞിനെ കാണുകയും വളരെ സ്നേഹമായിട്ട് പെരുമാറി. അപ്പം മാതാപിതാക്കൾ നോക്കുമ്പോൾ അവരുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഭയങ്കര പെർഫെക്റ്റ്ലി ഓൾ റൈറ്റാ, അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഒരാഴ്ച അവിടെ നിന്നതിന് ശേഷം അദ്ദേഹം പോണ്ടിച്ചേരിക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ മമ്മിയിൽ നിന്ന് വരിക, മോനെ പെട്ടെന്ന് നീ പോണ്ടിച്ചേരിക്ക് വരണം. അപ്പൊ എനിക്ക് 35 ദിവസമേ ആയിട്ടുള്ളൂ, കുഞ്ഞിന് പ്രായം. എനിക്ക് റോബിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ കൂടി, അദ്ദേഹം ഒത്തിരി ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളാണ്. അപ്പം ഒത്തിരി റോക്ക് മ്യൂസിക്, ഡാൻസ്, മദ്യപാനം ഇതെല്ലാം ഉണ്ട്. അപ്പം അദ്ദേഹം ഭയങ്കര പ്രയാസമായി. എനിക്ക് ഐ കനോട്ട് ഹാൻഡിൽ, മോനെ നീ പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഹസ്ബൻഡ് അല്ലേ, നമുക്ക് എങ്ങനെ രക്ഷിക്കണം, പ്രയാസത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അന്ന് ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് ഞാനും എൻ്റെ പേരൻസും ഞങ്ങള് അവിടെ കടന്നു പോകാനിടയായി. അങ്ങനെ ആ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുക, ഒന്നിച്ച് ഞങ്ങളുടെ വിസിറ്റിംഗ് റൂമില് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു മനോഹരമായ ഹൗസ് ഒക്കെ ഞങ്ങൾക്ക് പോണ്ടിച്ചേരി ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എനിക്ക് ആ രാത്രി ഓർക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് പൊട്ടി തെറിച്ചിട്ട് ഇദ്ദേഹം ഉപദ്രവിക്കുകയും ഞങ്ങളെ എല്ലാവരെയും, അദ്ദേഹത്തിന്റെ മമ്മി ഉൾപ്പെടെ ഞങ്ങളെ വീടിന് പുറത്താക്കി കഥകടച്ചു.
കൈക്കുഞ്ഞ്. നിങ്ങൾ ഓർക്കണമേ, 35 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞ്. മറ്റേ കുഞ്ഞ് കൂടെ. എൻ്റെ മദറിലോ, എൻ്റെ മദർ, ഇത്രയും പേരാ ഉള്ളത്. ഞങ്ങൾ ഒന്നിച്ച് രാത്രിയിൽ തന്നെ അദ്ദേഹം വീടിന് പുറത്താക്കാൻ ഇടയായി. വീടിന് പുറത്താക്കിയതിന് ശേഷം കഥ കടച്ചു. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്ന മമ്മി പെട്ടെന്ന് തന്നെ മമ്മിയുടെ അടുത്ത ഒരു ഫ്രണ്ട് അവിടെ അടുത്തുണ്ടായിരുന്നു. അവരുടെ വീട്ടില് രാത്രി ഞങ്ങള് കഴിയാനിടയായി. അതിനുശേഷം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു, ഹല്ലേലൂയ, പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കാനിടയായി. ഇത് സമയത്തെല്ലാം ഞാൻ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ അവിടെ വീടിന് ഒരു സ്ഥലത്ത് താമസിച്ചു. അതിനുശേഷം ബോംബെയിലേക്ക് പോയപ്പം അദ്ദേഹം ബോംബെയിലേക്ക് എൻ്റെ പുറകെ വന്നു. അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആകെ പ്രശ്നമാകും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു രീതിയിലും ചെന്നൈ, പോണ്ടിച്ചേരി, ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ മാറി മാറി താമസിച്ചു. പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട് ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, 2 കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. എന്നാൽ മാതാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ സമയത്തൊക്കെയും പിടിച്ചു നിൽക്കാനിടയായി. അങ്ങനെ 98 ആയപ്പോഴത്തേന് ഞങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷന് സമയമാകും. അപ്പൊ എവിടെയെങ്കിലും കുഞ്ഞിനെ സ്കൂളിൽ ചെയ്യണം. അങ്ങനെ ഓർത്തോണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. കേരളത്തില് ഞങ്ങൾ കൊച്ചിയിൽ വന്ന് സെറ്റിൽ ആകാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ സിസ്റ്ററൊക്കെ ആ സമയത്ത് കൊച്ചിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ റെന്റഡ് ഹൗസ് എടുത്ത് 98 കൊച്ചിയിൽ വന്ന് അവിടെ അനുഗ്രഹിക്കും നല്ല രീതിയിൽ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് കുഞ്ഞിനെ അവിടെ ചേർക്കാനിടയായി. 98 സ്കൂളിൽ ചേർത്തതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എല്ലാം ഞങ്ങൾ ഒളിച്ച് താമസിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മമ്മിയോട് ഉപദ്രവം, എല്ലാവരോടും ഉപദ്രവം. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ബ്രദേഴ്സ് ഉണ്ട്. അവരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിൽ, വചനം പറയുന്ന പോലെ ആർക്കും അടക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിലേക്ക് അദ്ദേഹം മാറാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴ് 99 എനിക്ക് എറണാകുളത്ത് വന്നു. എനിക്ക് ജോലി കിട്ടി. മമ്മി വീട്ടിലെ കാര്യങ്ങൾ നോക്കും, കൊച്ചു മോനെ നോക്കും, കുഞ്ഞിനെ സ്കൂളിൽ അഡ്മിഷനായി. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ഞങ്ങളുടെ ലൈഫ് ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഞാൻ ഈ രക്ഷയിലേക്ക് കടന്നു വന്നതെന്ന് നിങ്ങളോട് പറയാം. 99 ഒരു ഓഗസ്റ്റ് മാസം ഗ്രേസ് മിനി ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നു. ഞാനത് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നി. എന്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ആ മീറ്റിംഗ് സ്ഥലത്തേക്ക് പോയി. എനിക്ക് അന്ന് 2 വീലർ ഞാൻ ഓടിക്കും. ഞാൻ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിൽ ചെന്നപ്പോഴാ പ്രിയമുള്ളവരെ, ചെറുപ്രായം മുതൽ ഞാൻ യേശുവുമായിട്ട് വളരെ സ്നേഹമുണ്ട്. എൻ്റെ പിതാവിന്റെ മൂത്ത ബ്രദറൊക്കെ അന്നേ പെന്തക്കോസ്ത് വിശ്വാസത്തിലുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാല് ഈ ഹാളിൽ ചെന്നു ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രിമൈസസിൽ ചെല്ലുമ്പോൾ തന്നെ വലിയ പാട്ടും ആരാധനയും കേട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് ആനന്ദിക്കാൻ തുടങ്ങി. ആ രാത്രി ഞാൻ എൻ്റെ ലൈഫ് റീഡെഡിക്കേറ്റ് ചെയ്തു കർത്താവിന്റെ സന്നിധിയിൽ. ഞാൻ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ റീഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേന് വൈകി. മമ്മി വളരെ വിഷമിച്ചു, എന്ത് ചെയ്യും. അപ്പം പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മമ്മി മനസ്സിലാക്കി ഇതുപോലെ ഞാൻ മീറ്റിങ്ങിന് പോയതായിരുന്നു. അങ്ങനെ ആ ദൈവസഭയുമായിട്ട് കൂടി വരുവാൻ, അങ്ങനെ ഈ സ്നാനത്തെ കുറിച്ച് പഠിക്കാനിടയായി. ഞാൻ സ്നാനത്തിന്റെ റെഫറൻസുകൾ എല്ലാം നോക്കി. ഞാൻ മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. എന്നാല് വിശ്വാസ സ്നാനമാണ് സത്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 2000 ജനുവരിയില് കർത്താവിന്റെ ദാസന് പാസ്റ്റർ ഏബ്രഹാം രാജൻ പാസ്റ്ററുടെ കൈക്കീഴിൽ ഞാൻ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ ആ ദൈവസഭയോട് ചേർന്ന് നടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങള് രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ തപ്പി നടന്ന് അവസാനം അദ്ദേഹം എറണാകുളത്തുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദാവീദിനെ ശൗൽ ഓടിച്ചതുപോലെ ദേശം വിട്ട് പട്ടണം വിട്ട് എന്നെ ഓടിച്ചതാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ അതുപോലെ കഷ്ടതയിൽ കൂടെ, തീച്ചൂളയിൽ കൂടെ, പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ മുമ്പില്. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഉയർത്തുവാൻ ഇരിക്കുന്നത്. എൻ്റെ യേശു എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. എൻ്റെ യേശു എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ പൊടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ശത്രുവായവൻ എന്നെ തകർക്കാൻ നോക്കിയതാ.
കോതമ്പ് പാറ്റേണ്ടതുപോലെ എന്നെ പാറ്റാൻ നോക്കിയതാ. എന്നാൽ അവിടെ നിന്നൊക്കെയും ഹല്ലേലൂയ ആ ചിറകിന്റെ മറവിൽ എന്നെ മറച്ചു. അവിടുത്തെ ഉള്ളം കയ്യിൽ എന്നെ വരച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അങ്ങനെ ഒരു 5 മാസമായപ്പോഴത്തേന് ഹല്ലേലൂയ 2000 ജനുവരി ഞാൻ സ്നാനപ്പെട്ടു. മെയ് ആയപ്പോഴത്തേന് റോബ് ഞങ്ങളെ കണ്ടുപിടിച്ച് അവിടെ വരികയും ഒരു ഫോൾസ് സറണ്ടർ, അത് ഇപ്പോഴാണ് ഞാൻ ഫോൾസ് സറണ്ടർ എന്ന് പറഞ്ഞത്. അദ്ദേഹം സറണ്ടർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഈ ദൈവത്തെ വേണം. അങ്ങനെ സറണ്ടർ ചെയ്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് അദ്ദേഹം സ്നാനപ്പെടാനിടയായി. അമേരിക്കയിൽ നിന്ന് വന്ന ദേവദാസൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അവ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ട് അപ്പോഴത്തേനും ഞങ്ങളുടെ മദറിലോ മമ്മി പറഞ്ഞു, ഇനിയും നിങ്ങളുടെ കാര്യമായി ഇനിയും ഞാൻ തിരിച്ച് പോണ്ടിച്ചേരിയിലേക്ക് മടങ്ങാന്ന് പറഞ്ഞു. മമ്മി വളരെ സന്തോഷത്തോടെ പോണ്ടിച്ചേരിയിലേക്ക് മടങ്ങി. അങ്ങനെ അവിടെ ആ സഭയിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറൊരു സഭയിലേക്ക് പോകാനിടയായി. ഞാനിപ്പോൾ ആ സമയത്തെല്ലാം ദൈവം ഞങ്ങളെക്കുറിച്ച് വലിയ ദൂതുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ആരടുത്ത് പോയിരുന്നാലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പാസ്റ്റർ ഫെയ്ത്ത് സിറ്റിയിലെ പാസ്റ്റർ ഇപ്പോൾ കർത്തൃസന്നിധിയിലായിരിക്കുന്ന പാസ്റ്റർ PR ബേബി പാസ്റ്ററിന്റെ ചർച്ചില് പോവുകയും അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഞങ്ങളെ കൈക്കൊള്ളുകയും ഈ റോബ്ചാനെ ഒത്തിരി കൊണ്ടു നടക്കുകയും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിലൊക്കെ കൊണ്ടു നടക്കുകയും ഒത്തിരി കൈത്താങ്ങ് ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് പറഞ്ഞോട്ടെ. എൻ്റെ ഈ ജീവിതയാത്രയിൽ എന്നെ സഹായിച്ച ഒരുപാട് ദൈവദാസന്മാരെ കുടുംബങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവരോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ കൈത്താങ്ങലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആകത്തില്ലായിരുന്നു എന്ന് ഞാൻ വിനയപരസ്പരം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കട്ടെ. അതുപോലെ ആരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, കാരണം പേരുകൾ പറഞ്ഞാൽ ഒത്തിരി പേരുടെ പേരുകൾ പറയേണ്ടി വരും. ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. എന്നാല് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1000 പേരോളം വരുന്ന വലിയൊരു മീറ്റിങ്ങില് ഞങ്ങൾ ഒന്നിച്ച് സാക്ഷ്യം പറഞ്ഞതും കർത്താവിന് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തതും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴ് ഇദ്ദേഹം പതുക്കെ രഹസ്യമായിട്ട് പുകവലി ആരംഭിച്ചു. ചർച്ചിൽ പോകുന്നുണ്ട്, എന്നാൽ രഹസ്യമായിട്ട് പുകവലി കുറച്ച് മാസങ്ങൾ, ഏകദേശം ഒരു 4-5 മന്ത്സിനകത്ത് തന്നെ പതുക്കെ ആരംഭിച്ചു. അങ്ങനെ രഹസ്യമായിട്ട് പുകവലി ആരംഭിച്ചത് അവസാനം മദ്യപാനത്തിലേക്ക് വീണ്ടും അദ്ദേഹം കൂപ്പുകുത്തുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന മദ്യപാനികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ മദ്യപാനം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. മദ്യപാനം അത് വചനം പറയുന്നു, ഇത് ദൈവത്തിന്റെ മന്ദിരമായ ഒരു ശരീരമാണ്. ഈ ശരീരത്തെ നമ്മൾ മദ്യപാനം കൊണ്ടോ പുകവലി കൊണ്ടോ വേറെ ദോഷപ്രവർത്തികൾ കൊണ്ടോ നശിപ്പിക്കാനുള്ളതല്ല. ഈ മന്ദിരമായ ശരീരത്തെ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ശരീരമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നാം ആരെങ്കിലും നിങ്ങൾ എന്നെ കേൾക്കുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ മദ്യപാനത്തിന്റെ പിന്നില് ഒരു ദുരാത്മ ശക്തിയാണുള്ളത്. നമ്മൾ പറയത്തില്ലേ, ഇത് അടികെട്ടിയാൽ ശരിയാകും. ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. ഞാൻ അനുഭവസ്ഥയാണ് നിങ്ങളിൽ ഇരിക്കുന്നത്. ഞാൻ മദ്യപാനികളെ സ്നേഹിക്കുന്നുണ്ട്. നല്ലൊരു ഹൃദയത്തിന് ഉടമകളാണ് നിങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സീക്ക് ഹെൽപ്പ്. ഹല്ലേലൂയ. അനേകം പേര് നമ്മെ സഹായിക്കാനായിട്ടുണ്ട്, ദൈവദാസന്മാരുണ്ട്. അത് മാത്രമല്ല, അല്ലാത്തൊരു ഹെൽപ്പ്, നിങ്ങൾ ആൽക്കഹോളിക് അഡിക്ഷനിലോ എന്തെങ്കിലും പോണ്ടെങ്കിലും അതിനുശേഷം ദൈവത്തിന്റെ ദാസന്മാരുമായിട്ട് കണക്ട് ചെയ്ത് പ്രാർത്ഥന ഇതിന് അത്യാവശ്യമാണ്. പ്രാർത്ഥനയും മാത്രവുമല്ല, നമ്മുടെ സഹകരണം അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ പിന്നെയും മുന്നോട്ട് പോകട്ടെ. അങ്ങനെ പ്രിയമുള്ളവരെ, 2000-ൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഈ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. മദ്യപിച്ച ഒരു വ്യക്തി, ചിത്രയും എടുക്കുന്ന ഒരാള് വീണ്ടും തിരിച്ചു പോകുമ്പോൾ പിന്നെ അതിന്റെ ഇരട്ടി എടുത്തെങ്കിലേ നിൽക്കത്തുള്ളൂ. ഓരോ പ്രാവശ്യം മദ്യം പിന്നെ അത് വയലൻസിലേക്കും പിന്നെ ഒരിക്കലും ബോധമില്ലാത്ത അനേക അവസ്ഥയിലേക്ക് കടന്നുപോയി. പിന്നെ എനിക്ക് അവിടെ എറണാകുളത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. മാതാവ് തിരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ഓർത്തേ. എന്റെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അവിടുത്തെ ഒരു സ്കൂള്, അവിടുത്തെ ഹല്ലേലൂയ അവര് ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂള്, അവരെനിക്ക്
കുഞ്ഞുങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പെർമിഷൻ തന്നു. അവരറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ തൽക്കാലത്തേന് അവരെ ബോർഡിങ്ങിലാക്കാൻ ഇടയായി. ഓർത്തോണം, എൻ്റെ മോൻ അന്ന് 6 years ഉള്ളൂ, അല്ലെങ്കിൽ മോൾക്ക് 2 വയസ്സൂടെ കൂടുതലാ, അത്രേ ഉള്ളൂ. അങ്ങനെ 2.25 വയസ്സൂടെ കൂടുതല്, അത്രേ ഉള്ളൂ. അത്ര കൊച്ചു കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കിയിട്ട് ഞാൻ തുമ്പമണ്ണിലേക്ക് മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ ആശ്രയിക്കത്തില്ല, എൻ്റെ സഹോദരങ്ങളിൽ ആശ്രയിക്കത്തില്ല, നീ എന്നെ സഹായിക്കണം. എന്റെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു. എന്നെ നീ ഹെൽപ്പ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എന്റെ ഡാർക്കസ്റ്റ് മൊമെന്റില്, എന്റെ ജീവിതത്തിന്റെ ഡാർക്കസ്റ്റ് മൊമെന്റില് ഞാൻ എന്നെ കൃപയാൽ എന്റെ ദൈവത്തിലേക്ക് ചാരുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് പോകാതെ, മനുഷ്യനിലേക്ക് ആശ്രയിക്കാതെ, ഒരു വ്യക്തികളിൽ ആശ്രയിക്കാതെ, എന്റെ സഹോദരങ്ങളിൽ ആശ്രയിക്കാതെ, എന്റെ യേശുവിൽ ഞാൻ ചാരിയത് കൊണ്ട്, ആ മാറിലേക്ക് ഞാൻ ചാരിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു സന്ദേശം ഇതാണ്. ഇന്ന് എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മദ്യപാനിയുടെ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡാർക്കസ്റ്റ് മൊമെന്റിൽ കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുവാണോ, നിങ്ങൾ ഭാരപ്പെടണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൽ നിങ്ങളൊന്ന് ആശ്രയിച്ചാട്ടെ. നിങ്ങൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരായിരിക്കാം. ഡസന്റ് മാറ്റർ, ട്രൈ ജീസസ്. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമോ? ഹല്ലേലൂയ. അവന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അങ്ങനെ തുമ്പോണായിരിക്കുമ്പോൾ എൻ്റെ കസിൻ മോളിൽ കൂടെ കർത്താവ് ഒരു വഴി തുറന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ജോലി എനിക്ക് ലഭിച്ച് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഓർക്കണമേ, എവിടെ പോയാലും ഇദ്ദേഹം പുറകെ വരും. ഞാൻ എത്ര ദേശത്ത് പോയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് അങ്ങനെ പോയി. ട്രിവാൻഡ്രത്ത് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയിൽ പ്രവേശിക്കാനിടയായി. പ്രിയമുള്ളവരെ, ഇതിന്റെ എല്ലാം പുറകില് കണ്ണുനീരും പ്രാർത്ഥനയും മാത്രം. അപ്പം ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, ആ സമയങ്ങളില് എൻ്റെ കാര്യങ്ങൾ ഒരു മനുഷ്യരറിയത്തില്ല, ഞാൻ പറയത്തില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം, എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം, എൻ്റെ മദർ ഇൻ ലോയ്ക്ക് വളരെ അടുത്ത സർക്കിളിന് മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. എൻ്റെ അപ്പച്ചൻ്റെ അപ്പായുടെ ചേട്ടന്റെ മക്കൾക്കോ അവർക്കോ ആ കസിൻസിനോ ഒരു വ്യക്തികൾക്കും അറിയത്തില്ല എൻ്റെ വിഷയങ്ങൾ. അങ്ങനെ കാരണം എനിക്കന്നൊരു ഷെയിമായത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തോ വിചാരിക്കും എന്നെ കുറിച്ച്. ഇങ്ങനൊരു ഷെയിമാ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ കൊണ്ട് നടന്ന ട്രിവാൻഡ്രത്ത് ജോലി കിട്ടി. കുറച്ച് നാളുകൾക്കകത്ത് തന്നെ അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ കൊച്ചിയിൽ നിന്ന് മൈലപ്ര മൗണ്ട് വേദനയിൽ അവരെ കുറച്ച് ദിവസം അവിടെയും പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. ഈ സമയത്തെല്ലാം ദൈവത്തിന്റെ കരം ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഫൈനാൻഷ്യലി എല്ലാം എൻ്റെ കർത്താവിന്റെ അത്ഭുത കരം ഞാൻ കണ്ട സമയങ്ങളായിരുന്നു. ഒരു മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് ജോലിയായി ട്രിവാൻഡ്രത്ത് ഞാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ പെട്ടെന്ന് അവിടേക്ക് ഞാൻ മാറ്റി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സ്കൂളില് അവിടെ അഡ്മിഷൻ എടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഈ സമയത്തെല്ലാം വീണ്ടും പ്രാർത്ഥനയും കണ്ണുനീരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ എന്നെ സഹായിപ്പാൻ ഒരു ആന്റി വരും. ആ സഹായിപ്പാനായിട്ട് ആന്റി വന്നിട്ട് കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ വിടും. എനിക്ക് 10 മണിക്ക് ജോലിക്ക് പോയാൽ മതി. എന്നെ സഹായിപ്പാൻ വരുന്ന ആന്റി വന്നു കഴിയുമ്പോൾ ഞാനൊരു മുറിക്കകത്തോട്ട് കയറും. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് 1 മണിക്കൂർ മിനിമം ഞാൻ കർത്താവിന്റെ സന്നിധി ചെലവഴിക്കും. എന്തിനാണെന്നറിയാമോ? എൻ്റെ ആകുലതകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ വേദനകളും എൻ്റെ നിരാശകളും എല്ലാം ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് പ്രാർത്ഥനാ മുറി. ഹല്ലേലൂയ. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണുനീര്, ആ പ്രാർത്ഥന ഒന്നും ഒരിക്കലും വ്യർത്ഥമായി പോയിട്ടില്ല. നമ്മുടെ കണ്ണുനീരിനെ അറിയുന്ന കർത്താവ്, നമ്മുടെ വേദനകളെ അറിയുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മളെ നടത്തും. ഹല്ലേലൂയ. വെറുതെ നടത്തുകയല്ല കേട്ടോ, വെറുതെ നടത്തുകയല്ല. അവൻ ജയത്തോടെ നടത്തുന്ന ദൈവം. ആമേൻ. അവൻ ജയത്തോടെ നമ്മളെ നടത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ലൈഫ് ആരംഭിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെയും അദ്ദേഹം ഞങ്ങളെ കണ്ടുപിടിക്കാനിടയായി. ഒരു വ്യക്തിയുള്ള എൻ്റെ ഓഫീസിൽ ആർക്കും അറിയത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് എവിടെ ചോദിച്ചാൽ ഗൾഫിലാണെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അധികം ചോദ്യം ചോദിക്കത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഒരു മനുഷ്യരോടും പറയാത്തിടത്ത് കണ്ടുപിടിച്ച് അവിടെയും വന്ന് വളരെ നൈസായിട്ടാ
വരുന്നത്. എപ്പോഴും വളരെ അനുഗ്രഹമായിട്ട് വന്നിട്ട് നൈസായിട്ട് സംസാരിച്ച്. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇത്രയും മരണകരമായ പ്രശ്നത്തിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടും എറണാകുളത്ത് വെച്ച് 1-2 അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറയേണ്ടതിരിക്കുന്നു. ഒരു പ്രാവശ്യം എന്നെ ഈ ഒരു 25 മിനിറ്റോളം ഒരു കത്തി മൊനയിൽ എന്നെ നിർത്തി. കുഞ്ഞുങ്ങളൊക്കെ കാലെ കെട്ടിപ്പിടിച്ച് ഡാഡി എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് കേട്ടില്ല. ഒരു പ്രാവശ്യം ഗ്യാസിന്റെ സിലിണ്ടർ ഓപ്പൺ ചെയ്തു. അദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ വയലൻസ്, പിന്നെ എന്നോട് ഭയങ്കര അറ്റാക്കാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം ഡ്രില്ലിംഗ് മെഷീൻ, നിങ്ങൾക്ക് അറിയാമോ, ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അത് ഓൺ ചെയ്ത് എൻ്റെ നേരെ വന്നു. എന്നെ കോർണറിൽ അനേക പ്രാവശ്യം നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ എനിക്ക് അധികം വർണ്ണിക്കേണ്ട. എന്നാൽ അങ്ങനെയൊക്കെ കടന്നുപോയി. അങ്ങനെ ട്രിവാൻഡ്രത്ത് വീണ്ടും അദ്ദേഹം വന്ന് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് കയറി. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ പ്രശ്നമുണ്ടാക്കി. നിൽക്കുന്ന വീടിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രതികൂലത്തിനകത്തൂടെ അവര് പറഞ്ഞു, ഇനിയും എനിക്കിവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. ആ ഭവനത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അദ്ദേഹം വന്നിട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുവാനിടയായി. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ലൈഫ് തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കും. പ്രിയമുള്ളവരെ, 2007 എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ഹല്ലേലൂയ ഇടപെടലാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം വീണ്ടും പോണ്ടിച്ചേരിക്ക് പോയി. അങ്ങനെ ഒരിക്കലും ഇനിയും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഈ സമയത്തെല്ലാം എൻ്റെ മാതാപിതാക്കള്, അദ്ദേഹത്തിന്റെ മമ്മി എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വന്തം മാതാവ് പറയുക തന്റെ മകനെ ഡിവോഴ്സ് ചെയ്യും, ഇനിയും നിൽക്കണ്ട? കാരണം ആ മാതാവിന്റെ ഹൃദയത്തില് എപ്പോഴും ഒരു ദുഃഖമുണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും പറയാതാണ് ഈ കല്യാണം നടത്തിയത്. എല്ലാം രഹസ്യമായി വെച്ചിട്ടായിരുന്നു ഈ കല്യാണം നടത്തിയത്. എന്നാൽ പ്രിയമുള്ളവരെ, എന്റെ ശ്രോതാക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ മാതാവിനോട് ഒരിക്കൽ പോലും ഈ വിഷയം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനോ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തില്ല. കാരണം അത് കൃപയാലാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ആ മാതാവ് വിചാരിച്ചിട്ടുണ്ടാകും, ഒരു പക്ഷേ തന്റെ മകൻ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവരത് ചെയ്തത്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും കംപ്ലൈന്റ് ചെയ്യാൻ ഇടയായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴ് 2007 എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്സ് അവരെന്റെ വീട്ടിൽ വരികയും അവര് വെറുതെ കാഷ്വൽ വിസിറ്റിന് വന്നത്. അവരെന്നോട് പറഞ്ഞു, മിനി, ഞങ്ങള് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുക, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ ഒരു കാഷ്വൽ ടോക്ക്. പ്രിയമുള്ള ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തില് കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പറയാനാ വരുന്നത്. അവര് കാഷ്വലായിട്ട് ടോക്ക് ചെയ്ത് അപ്പൊ ഞാൻ വളരെ സീരിയസ് ആയി. അപ്പൊ ഞാൻ മുമ്പേ ഞാൻ പറയുമായിരുന്നു, ഇനി ഞാൻ ഗൾഫിലൊന്നും പോകത്തില്ല, ഞാൻ ഏതെങ്കിലും ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ വല്ലതുമേ പോകത്തുള്ളൂ. വെറുതെ പറയുന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അത് അങ്ങനെ തന്നെയാണ്. ദൈവ പൈതലിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ വളരെ സീരിയസ് ആയി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാനൊരു അപ്രൂവ്ഡ് കെമിസ്റ്റ് ആയിരുന്നു. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ മഹാകരുണയാല് 2009 ആയപ്പോഴത്തേന് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ എവിടെ പോയാലും, ഈവൻ മിഡിൽ ഈസ്റ്റിൽ പോയാലും അവിടെയും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. എപ്പോ വേണേലും ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് വരാം. എന്നാൽ ഈ ദേശത്തേക്ക് വന്നാൽ വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ദേശത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരാനിടയായി. ഹല്ലേലൂയ. IELTS അന്ന് കൊണ്ടുവിട്ട എനിക്ക് തോന്നുന്നു 7ഓളം പേര് ഞങ്ങളെ കൊണ്ടുവിട്ടതില്, പ്രിയമുള്ളവര്, അന്ന് എനിക്ക് മാത്രം IELTS കിട്ടിയത്. നിങ്ങൾക്കറിയാമോ എന്റെ ദൈവം ആരാണ്? അത് എനിക്ക് അവരെക്കാട്ടിൽ ക്വാളിറ്റി കൂടിയതുകൊണ്ടോ ക്വാളിഫിക്കേഷൻ കൂടിയതുകൊണ്ടോ ഒന്നുമല്ല, കൃപയാലെന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആദ്യത്തെ പ്രാവശ്യം തന്നെ അത് ലഭിക്കാൻ ഇടയായി. അങ്ങനെ ഈ ദേശത്തേക്ക് ഞാൻ 2009 നവംബർ മാസം 10-ാം തീയതി ഈ ദേശത്തേക്ക് വന്നു. എൻ്റെ കർത്താവിന്റെ
ഇടപെടലുകൾ ഇനിയും ഞാൻ രുചിച്ചറിഞ്ഞത് നിങ്ങളോട് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയായി തീരും. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ വിഷയങ്ങള് ഒരു വ്യക്തികളോട് ഞാൻ പറയാതെ എൻ്റെ കർത്താവിനോട് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കസിൻസ് മെൽബണിൽ ഉണ്ടായിരുന്നു. അവരോട് ഒരാഴ്ചക്ക് മുമ്പാ പറഞ്ഞ് ഞാൻ വരുന്നത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്ന് അവരെന്നെ റിസീവ് ചെയ്തു. അങ്ങനെ 15 days അവിടെ താമസിക്കാനിടയായി. അതിനുശേഷം എൻ്റെ വിസ പ്രകാരം എനിക്ക് അഡിലെയ്ഡിലേക്ക് വരണം. സൗത്ത് ഓസ്ട്രേലിയ ആണ് സ്റ്റേറ്റ് നെയിം, ഇവിടുത്തെ സിറ്റിയുടെ പേരാണ് അഡിലെയ്ഡ്. അങ്ങനെ അഡിലെയ്ഡിൽ വരുമ്പം എൻ്റെ കസിൻസ് ചോദിച്ചു, മിൻചേച്ചി ആരുണ്ട് അഡിലെയ്ഡില്? ഞാൻ പറഞ്ഞു, കർത്താവുണ്ട് അഡിലെയ്ഡ്. പ്രിയമുള്ളവരെ, എനിക്ക് വലിയ ധൈര്യമാണ്. എനിക്കറിയത്തില്ല എനിക്ക് എവിടുന്ന ഈ ധൈര്യം. കർത്താവ് തന്നൊരു ധൈര്യം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ധൈര്യം എന്ന് വെച്ചാൽ വിശ്വാസം. എൻ്റെ പിതാവിനെ ഒത്തിരി ബോൾഡാക്കിയ വളർത്തിയതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇളയ കുഞ്ഞായിരുന്നെങ്കിലും ഒത്തിരി ബോൾഡാക്കിയ ഞങ്ങളെ വളർത്തിയത്. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്നൊരു വിശ്വാസം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും ഉളവാക്കിയ കർത്താവിന് എൻ്റെ ജീവിതം ദൈവം പണിഞ്ഞെടുക്കുന്ന ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു കർത്താവിന്റെ ദാസനുമായിട്ട് ബന്ധപ്പെടാനും അങ്ങനെ എന്നെ സ്വീകരിപ്പാൻ വേണ്ടി 3-4 സഹോദരങ്ങള് അവർ വലിയൊരു വാഹനത്തെ വന്ന്, ഒന്ന് ഓർത്തോണം, എന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരാനിടയായി. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ സഹോദരങ്ങളോടുള്ള കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ 1 മാസം എന്നെ താമസിപ്പാനിടയായി തീർന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരെ ഓർക്കുന്നു. ഞാൻ ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ അഡ്മിഷൻ എടുക്കണം, വീട് വേണം, താമസിക്കാൻ ജോലി വേണം. ഓർത്തോണം, ഇതൊന്നും എനിക്കില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വരുന്നവർക്ക് അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ വലിയ വിശ്വാസത്തിൽ നിൽക്കുക. ഞാൻ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, പോകുന്ന സ്ഥലത്ത് എനിക്ക് പ്രൈവറ്റ് സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എനിക്കൊരു പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് പബ്ലിക് സ്കൂൾ അത്ര നല്ലതല്ല എന്നും. പ്രൈവറ്റ് സ്കൂളിൽ ദൈവത്തെ അറിയുന്ന ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ കർത്താവിന്റെ ദാസനൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ടെസ്റ്റ് എഴുതാൻ പോയി. എൻ്റെ കർത്താവിന്റെ ഇടപെടലുകളാണ് ഇനി ഞാൻ നിങ്ങളോട് വിവരിക്കാൻ പോകുന്നത്. എൻ്റെ യേശു എന്നോട് പ്രത്യേകമായി ഇടപെട്ട രീതികൾ ഞാൻ നിങ്ങളോട് വിവരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ അവർ ടെസ്റ്റ് എഴുതി, അവർ പാസ്സായി കഴിഞ്ഞ് ഓർക്കണം, പ്രൈവറ്റ് സ്കൂളാണ്, വലിയ ഫീസാണ്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ട്രഷറർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ കാര്യങ്ങളൊന്നും പറയുന്നതിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഈ ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്താ, എനിക്ക് ജോലി ആയിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഫീസിന്റെ കാര്യത്തിൽ എന്ന് ചോദിച്ചു, ഒറ്റ വാക്ക്. അപ്പൊ ട്രഷറർ പറഞ്ഞു, ഞാനൊന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം 10 മിനിറ്റ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴ് അദ്ദേഹം പറഞ്ഞത്, ആദ്യത്തെ വർഷം 80% ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം. ഞാനിതിപ്പോ പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, വിദേശ രാജ്യമാണ്, വെള്ളക്കാരാണ്, നിങ്ങൾക്കറിയാം, അവര് നമ്മളെ അത്ര കാര്യമായിട്ടൊന്നും കാണത്തില്ല. എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ആരാ? പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി സംസാരിച്ചത് ആരാ? എനിക്ക് തോന്നി ആ സ്കൂളിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ അതങ്ങനെ അറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, എന്റെ ദൈവം ആരാണെന്ന് ഒരു രുചിച്ചറിയാനിടയിൽ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിന്റെ അഡ്മിഷൻ എടുത്തു. അടുത്തത് വീടാണ്. വീട് കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് വീട് കിട്ടണം. നിങ്ങൾക്കറിയാമോ, ഇവിടെ വീടെന്ന് പറയുമ്പോൾ വീട് ഓപ്പൺ ആക്കും, ഇഷ്ടംമാതിരി ആൾക്കാർ വരും, ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ തിരഞ്ഞെടുക്കും, എല്ലാ ക്രൈറ്റീരിയയും ഒത്തുവരുന്നവരെ അവർ തിരഞ്ഞെടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഒരു വീട് കാണാൻ പോയി. ഒരു 10-25 പേര് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, എനിക്ക് ജോലി ഇല്ലാത്തവർക്ക് എവിടെ വീട് കൊടുക്കും? ആര് വീട് കൊടുക്കും? ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർക്കറിയാം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ പാസ്പോർട്ടൊക്കെ കൊടുക്കണം, അതിന്റെ കോപ്പിയൊക്കെ കൊടുക്കണം, എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു ചിന്ത, ഇവരെ ഒന്ന് വിളിക്കണം. അങ്ങനെ ഏജന്റിനെ വിളിച്ചു, ഒരു ലേഡി ഏജന്റ്, അവരോട് വിളിച്ചു. ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് ആ ഹൗസ് കിട്ടിയായിരുന്നേ നല്ലതായിരുന്നു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവർ ഉടനെ ഫോണിൽ കൂടെ പറഞ്ഞു, ഡെഫിനറ്റ്ലി യു ക്യാൻ ഹാവ് ഇറ്റ്, നിനക്കത് എടുക്കാമെന്ന് പറയാനിടയായി തീർന്നു.
പ്രിയമുള്ളവരെ, സ്കൂള് കാരണം അത് നടന്നു പോകുന്ന ദൂരത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അന്ന് വണ്ടി ആയിട്ടില്ല, എനിക്ക് വാഹനം വാങ്ങിച്ചിട്ടില്ല. ഇവിടെ എല്ലാവർക്കും വാഹനം വേണം, വാഹനമില്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷനോട് കൂടി ആ വീട് ലഭിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുക. ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം അടുത്തത് ഹല്ലേലൂയ, വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അടുത്തത് ജോലിയാ. ജോലിക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു ഞാൻ കെമിസ്റ്റ് ആണല്ലോ, പിറ്റേ ദിവസം എനിക്ക് ഇവിടെ ജോലി കിട്ടുമെന്നും പറയാൻ വന്നു. എന്നാൽ ഇവിടെയൊക്കെ ജോലി വളരെ പ്രയാസം. അങ്ങനെ കർത്താവ് എനിക്കൊരു കോഴ്സ് ചെയ്യാൻ കൃപ തന്നു. അവിടെയും കർത്താവിന്റെ ഇടപെടൽ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. കോഴ്സ് ചെയ്ത് വളരെ 2 മാസത്തിനകം ഒരു കോഴ്സ് ചെയ്ത് ഹല്ലേലൂയ, അതിന്റെ പ്ലേസ്മെന്റ് ഞങ്ങൾക്ക് ഐ തിങ്ക് ഒരു 80 hours പ്ലേസ്മെന്റ് ചെയ്ത അവസാന ദിവസം എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരിക, അവിടുത്തെ മാനേജരോട് ഒന്ന് സംസാരിക്കാം, എന്തെങ്കിലും ജോലിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. അപ്പം അന്ന് ആ സമയത്ത് ജോലി ചെയ്യുന്ന മലയാളികളെല്ലാം എനിക്ക് പരിചയമുണ്ട്. അവര് ചിരിക്കാൻ തുടങ്ങി. ഒരിക്കലും അങ്ങനെ ജോലി കിട്ടത്തില്ല ഇവിടെ HR കൂടെ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ആദ്യം അവര് അഡ്വർടൈസ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് വിളിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവ് ജോലി തരും, എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് പോയി. പ്രിയമുള്ളവരെ, ആ ദിവസം എന്നോട് അവർ പറഞ്ഞു നെക്സ്റ്റ് ട്യൂസ്ഡേ വരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ റെസ്യൂമെ ഒക്കെ തയ്യാറാക്കി. ഞാൻ വളരെ കോൺഫിഡൻസാണ്. അന്ന് എൻ്റെ കൂടെ വീട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെന്നോട് ചിരിക്കുക. അവർ പറഞ്ഞു മിഞ്ചേച്ചി ഇങ്ങനെയൊന്നും ജോലി കിട്ടത്തില്ല. ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു. ഞാൻ ആ ഒരുക്കം ഞാൻ ഓർക്കുന്നു. എനിക്കിന്ന് കർത്താവ് ജോലി തരാൻ പോവാ. ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ, ഞാൻ യേശുവിനുള്ള അടിയുറച്ച വിശ്വാസം. ഹല്ലേലൂയ, ഇന്ന് എന്റെ കർത്താവ് എനിക്ക് ജോലി തരാൻ പോകും. അങ്ങനെ ഞാൻ ഒരുങ്ങി അവിടെ ചെല്ലാനിടയായി. എന്റെ റെസ്യൂമെ പോലും നോക്കാതെ അവർ പെട്ടെന്ന് ഒരു പെർമനന്റ് പാർട്ട് ടൈം പൊസിഷൻ എനിക്ക് തരാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഒരു പെർമനന്റ് പാർട്ട് ടൈം പൊസിഷൻ ഉടൻ തന്നെ ഓഫർ ചെയ്തു. എന്റെ കർത്താവ് ആരാണ്. അങ്ങനെ ജോലി ആരംഭിച്ചു. കർത്താവ് 1 by 1 ആയിട്ട് കാര്യങ്ങളെ ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് വാഹനമില്ലായിരുന്നു. കാരണം ഇതിനെല്ലാം നമുക്ക് പൈസ വേണം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന couple of hours ഡോളേഴ്സേ ഉള്ളൂ. അത് പെട്ടെന്ന് 2 മാസത്തെ 1 മാസത്തെ റെന്റ് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ തീരും. അങ്ങനെ വെരി എക്സ്പെൻസീവ് കൺട്രിയാണ്. അങ്ങനെ ദൈവം 1 by 1 ആയിട്ട് കാര്യങ്ങളെ ചെയ്തു. കയ്യിലുള്ളതൊക്കെ സ്വരുക്കൂട്ടി ഒരു വാഹനം 2010 ആയപ്പോഴത്തേന് ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് വാങ്ങിക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഇനി അടുത്ത ഒരു കാര്യം നിങ്ങളോട് പറയുന്നേ, എൻ്റെ കർത്താവ് എന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു കാര്യം. അങ്ങനെ വാഹനം വാങ്ങിച്ചു. അതിന്റെ 10ാമത്തെ ദിവസം ഒരു വലിയ ടെറിബിൾ ആക്സിഡന്റ് ഉണ്ടാകാനിടയായി തീർന്നു. അതെനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ വാഹനം വാങ്ങിച്ച വളരെ പ്രതീക്ഷയോടെ പൈസ ഒക്കെ കൂട്ടി വെച്ച് കഷ്ടപ്പെട്ട് വാങ്ങിച്ച വാഹനമാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ഞാൻ ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ട്രേ മുട്ടയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ വെച്ചിരിക്കുക. ഞാനൊരു പോക്കറ്റ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നത് 2 വരി പാത, ഡിവൈഡർ, എഗെയിൻ 2 വരി പാത. എനിക്ക് അപ്പുറത്തേക്കാണ് പോകേണ്ടത്. നമ്മള് ഇവിടെ നിന്ന് കടന്ന് ഇടയ്ക്ക് ഡിവൈഡറിന്റെ സ്ഥലത്ത് നമ്മൾ നിൽക്കണം. ഇവിടുത്തെ ഒരു രീതിയാണ്. പുറകിൽ നിന്ന് വണ്ടി വരുന്നതിന് ഇവിടെ നടുക്ക് നിൽക്കണം. പ്രിയമുള്ളവരെ, ഏകദേശം നടുക്ക് വന്ന് നിൽക്കുമ്പോൾ പുറകിൽ റെയിൽവേ ലൈനാണ്. റെയിൽവേ ലൈൻ ക്ലോസ് ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ. പക്ഷെ റെയിൽവേ ലൈൻ പെട്ടെന്ന് ഓപ്പണായി. അവിടുന്ന് വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ഞാൻ അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. ഞാൻ വേഗം വണ്ടി മുന്നോട്ടെടുത്തു. ബ്രേക്ക് ചവിട്ടി പതുക്കെ വണ്ടി തിരിക്കുന്നതിന് പകരം ഞാൻ ആക്സിലറേറ്റർ ചവിട്ടി വണ്ടി നേരെ തിരിഞ്ഞ് ഡിവൈഡറെ കട്ട് ചെയ്ത് അപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയെ ഇടിച്ച് വലിയൊരു കർബിലേക്ക് ചെന്ന് ഇടിച്ച് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് നിൽക്കാനില്ല. സിനിമയിൽ കാണുമ്പോൾ ഡൈവ് ചെയ്ത് പോയി ഇടിക്കാനിടയായി തീർന്നു. ഞാൻ ആ ദിവസം ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയത്തില്ല ഇപ്പോൾ. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നതായിട്ട് ഓർമ്മയുണ്ട്. എന്നാൽ അപ്പോഴത്തേന് പെട്ടെന്ന് ഇവിടെ നിമിഷങ്ങൾക്കുള്ളിൽ ആംബുലൻസ് വരും, ഫയർ വരും, എല്ലാവരും പെട്ടെന്ന് വന്നു. പോലീസ് വന്നിട്ട് നമ്മളോട് ചെക്ക് ചെയ്തു, പേരോ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാനിടയായി. അപ്പം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, എൻ്റെ ശരീരത്ത് ഒരു പൊടി
ബ്ലഡ് വരാനോ എൻ്റെ നെഞ്ചെന്ന് ഇടിക്കാനോ ഒന്നും ഇടയായില്ല. എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ അകത്തിരുന്ന മുട്ടയും മൊത്തം തകർന്നു. വണ്ടി തകർന്നെന്ന് പറഞ്ഞാൽ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകണം. അത് ടോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ വാഹനത്തെ കയറ്റി കൊണ്ടുപോകേണ്ട രീതിയിൽ, അത് വിൽക്കാനും പറ്റത്തില്ല, 1 രൂപ പോലും കിട്ടാത്ത രീതിയിൽ ടോ ചെയ്ത് കൊണ്ടുപോകാനിടയായി. ഇതെന്റെ ഹാലലൂയ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുവാൻ അവർ പറഞ്ഞിട്ട് പോലും ഞാൻ റെഡി ആയില്ല. കാരണം എനിക്ക് ഐ വാസ് സോ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ ആ സമയത്ത് ഒത്തിരി വേദനയിൽ കൂടി കടന്നുപോയി. ഞാൻ കർത്താവിനോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. കർത്താവേ, വൈ മീ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കസിൻ പിള്ളേർ അവിടെ നിന്ന് മെൽബണിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മിൻചേച്ചി, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവര് പറഞ്ഞു, മിൻചേച്ചി അങ്ങനെ പറയരുത്. യേശു രക്ഷിച്ചല്ലോ, കർത്താവ് സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ, അത് മാത്രം പറഞ്ഞാൽ മതി, ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടരുതെന്ന് പറഞ്ഞു. അവരെന്നെ ധൈര്യപ്പെടുത്തി. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അങ്ങനെ ധൈര്യപ്പെടാനിടയായിരുന്നു. സാധാരണ ഒരു ആക്സിഡന്റ് പറ്റിയാൽ പിന്നെ നമുക്ക് വാഹനം വാങ്ങിക്കാനോ വാഹനം ഓടിക്കാനോ കഴിയത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾക്ക് വലിയ പ്രയാസം. എന്നാൽ കൃപയാൽ ഹല്ലേലൂയ, കുറച്ച് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ദൈവം എനിക്ക് വേറെ വാഹനം തരാൻ ഇടയായി തീർന്നു. 2012 ആയപ്പോഴത്തേന് സ്വന്തമായി ഹല്ലേലൂയ എനിക്ക് എൻ്റെ ബ്രാൻഡ് ന്യൂ വാഹനം കർത്താവ് തരാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, പ്രിയ സഹോദരി, ഈ പറയുന്ന എല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലയോ? ഹല്ലേലൂയ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കോ? വിദേശ രാജ്യങ്ങളിൽ വരുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കണം. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം. ഈ ദേശത്ത് നമ്മൾ എങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്കിതെല്ലാം ആവശ്യമാണ്. അതുപോലെ അടുത്തത് ഞങ്ങളുടെ PR-ന്റെ വിഷയം. അവിടെ നടന്ന ഒരു വലിയ അത്ഭുതം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഓരോ ദിവസവും ഓരോ മിനിറ്റ് ഞാൻ അത്ഭുതങ്ങൾ കാണുകയായിരുന്നു. പിശാചിനെ ഹല്ലേലൂയ തകർക്കാൻ നോക്കുക. ഹല്ലേലൂയ, കേരളത്തിൽ നിന്നപ്പോൾ തകർക്കാൻ നോക്കി, ഇവിടെ വന്നപ്പോഴും ഇനി നീ ജീവിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കോതമ്പ് പാറ്റേണ്ടതുപോലെ ചോദിക്കുന്നു എന്നെ. ഹല്ലേലൂയ, എന്റെ ജീവനോട് പോരാടിക്കൊണ്ടിരിക്കുക. അത് ഹല്ലേലൂയ, ഈ സമയത്തൊക്കെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മീയമായിട്ട് കർത്താവിനെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത സമയങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ PR-ന്റെ കാര്യം വന്നപ്പോഴത്തേന്, PR-ന് ഇവിടെ ഏജൻസിമാരെ കൊടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് പൈസ ഇല്ല, അത്രയും പൈസ ഇല്ല. ഐ തിങ്ക് അന്ന് $1000 കൊടുക്കേണ്ടത്. എൻ്റെ ക്യാഷ് ഇല്ല. ഞാനും എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെ ഞങ്ങൾ ഒന്നിച്ച് ഒരേ സമയത്ത് വന്നവരാ. ഞങ്ങൾ ഒന്നിച്ച് ആ PR-ന്റെ എല്ലാം ഒന്നിച്ച് ഞങ്ങൾ മണിക്കൂറുകൾ ഇരുന്ന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ കർത്താവ് കരം കൈവച്ച് പ്രാർത്ഥിച്ചത് അയക്കാനിടയായി തീർന്നു. അയച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ കിട്ടും, കേസ് ഓഫീസർ നിന്റെ കേസ് എടുത്തിരിക്കുന്നു. പിന്നെ അവരുടെ ടൈം എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. അപ്പൊ അവർക്കെല്ലാം ഇമെയിൽ വന്നു, കേസ് ഓഫീസർ എടുത്തിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇമെയിൽ വന്നില്ല. ഒരു 5th ഡേ, 5ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ, ഏകദേശം പ്രിയമുള്ളവരെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ക്രിസ്മസ് ടൈമാണ്. ആ സമയത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെക്കേഷൻ ആണല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെ 2012 ജനുവരി ആയപ്പോഴത്തേന് ഞാൻ ഇമെയിൽ തുറക്കുമ്പോൾ കാണുന്നത് യുവർ PR ബ്രാൻഡഡ് എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് എനിക്ക് വരിക, ഇമെയിൽ വരിക. എന്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്തുതിച്ചു. ഞാൻ ഒരു കേസ് ഓഫീസർ നോക്കുന്നത്, അവര് അറ്റൻഡ് ചെയ്യുന്നത് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വരുന്നത്, നിന്റെ കേസ് കർത്താവ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അതിനു മുൻപ് എൻ്റെ ജോലി സ്ഥലത്ത് ഉണ്ടായ ഒരു അത്ഭുതം, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെർമനന്റ് പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ഓഫർ, അവിടെ ഫുൾ ടൈം പൊസിഷൻ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് നടുവേദനയായിട്ട് ഭാരപ്പെട്ടു. അപ്പൊ നൈറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പെട്ടെന്ന്, കാരണം ഇത്ര അവേഴ്സ് നമുക്ക് ഒന്നിച്ചു കിട്ടും. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാനും എനിക്ക് തക്ക സമയത്ത് 2 years കഴിയുമ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഞാൻ അവരോട് യെസ് പറഞ്ഞു. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. അവർ ആ സമയത്ത് അത്രയും പ്രായത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 14 years അണ്ടറിലാണെങ്കിൽ അവരെ നമുക്ക് ആൾക്കാർ വീട്ടിൽ വേണം. ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്നിച്ചു പഠിച്ച ഒരു മോളുടെ ഫോൺ വരിക, മിൻചേച്ചി, എനിക്ക് ഒരു റൂം അക്കോമഡേഷൻ
എനിക്ക് ഷെയർ ചെയ്യാൻ തരാമോ? എനിക്കൊരു വീട് വേണം. ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുക. ആ കുഞ്ഞ് അങ്ങനെ വരാനും ആ സമയത്ത് നൈറ്റിലെ വീട്ടിൽ ആളുണ്ടാകാനും കർത്താവ് എനിക്ക് ജോലിക്ക് പോകാനും എല്ലാം പ്രിയമുള്ളവരെ കൃപ തന്നു. ഹല്ലേലൂയ. തക്ക സമയത്ത് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ എൻ്റെ കർത്താവ് മാത്രമല്ല, അവൻ എൻ്റെ ഭർത്താവും എൻ്റെ സഹോദരനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എല്ലാമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ PR കിട്ടാനിടയായി തീർന്നു. അങ്ങനെ 1 by 1 ആയിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം, ഞാൻ വിട്ടുപോയത്, ഇവിടെ വന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള സമയം കുഞ്ഞുങ്ങൾ രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. സ്കൂൾ അഡ്മിഷൻ എടുത്തെങ്കിലും സ്കൂള് തുറക്കാൻ കുറച്ച് ദിവസങ്ങളൂടെ ബാക്കിയുണ്ട്. രാവിലെ ഞാൻ എന്തോ ചെയ്യുന്നത്, ഞാൻ രാവിലെ ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ നടക്കാൻ പോകും, വാക്കിങ്ങിന് പോകും, ഇങ്ങനെ അടയാളമൊക്കെ വെച്ചിട്ട് വാക്കിങ്ങിന് പോകും. ഒരു ദിവസം കർത്താവിന്റെ ഇടപെടൽ ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുക. ഞാനിങ്ങനെ വാക്കിങ്ങിന് പോയി ഒരു പാർക്കിന്റെ അടുത്തെത്തിയപ്പോഴ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, അടുത്ത സ്ട്രീറ്റിലേക്ക് നീ പോയി നടക്കുക. ഞാൻ വ്യക്തമായി എന്റെ ചെവിയിൽ ശബ്ദം കേൾക്കുക, അടുത്ത സ്ട്രീറ്റിലേക്ക് പോവുക. ഞാൻ പെട്ടെന്ന് തന്നെ പാരലൽ സ്ട്രീറ്റിലേക്ക്, കർത്താവ് പറഞ്ഞ ഗൈഡൻസ് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ അവിടെ നടക്കാൻ തുടങ്ങിയപ്പോഴ് ഒരു അമ്മച്ചി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 7 മണി സമയം, ഏകദേശം 6:30-7 സമയം അവർ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം സാധാരണ ഇവിടെ എല്ലാവരും വിഷ് ചെയ്യും. അവര് എന്നെ കണ്ടു, വിഷ് ചെയ്തു. അവർ സംസാരിക്കാൻ തുടങ്ങി. നീ പുതുതായിട്ട് വന്നാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പുതുതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന. അപ്പൊ ആ സമയത്ത് എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ വേറൊരു ആദ്യം വന്ന് കൊണ്ടുവിട്ടവരുടെ എല്ലാം കുറച്ച് അകലെയായി ഇപ്പൊ നിൽക്കുന്നത്. അപ്പം എനിക്ക് കമ്പ്യൂട്ടർ ഇല്ല, എനിക്ക് പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. ഞാൻ എന്ത് ചെയ്യണം? എല്ലാം കർത്താവിൽ ആശ്രയിക്കാം. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഐ ഡോണ്ട് നോ ദ പ്രൊസീജിയർ. അങ്ങനെ ചോദിച്ചപ്പോഴും അവരുടനെ എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു കം ഇൻ? ഇവിടെ നിങ്ങൾക്ക് അറിയാമോ, ആരും ആരുടെയും വീട്ടിൽ വിളിച്ച് കയറ്റത്തില്ല, എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിനെ വിളിച്ച് കയറ്റത്തില്ല. അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചു. അവരെനിക്കൊരു കോഫി ഉണ്ടാക്കി തന്നു. പെട്ടെന്ന് തന്നെ എന്നെ അവരുടെ കാറയിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് പാസ്പോർട്ട് എല്ലാം എടുത്തു. നിങ്ങൾ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇതിന്റെ പ്രിന്റ് ഔട്ട്സ് എല്ലാം എടുത്തു, ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കാനിടയായി. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് ആരാണ്! അത് മാത്രവുമല്ല, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴ് ഈ പ്രിയ സഹോദരി, ഇച്ചിരി പ്രായമുള്ളൊരു അമ്മച്ചിയാണ്, അവരെ കൂട്ടുകാരിയും കൂട്ടി ഒരു വലിയ പിക്കപ്പേല് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ള കട്ടിലെ മെത്ത, എനിക്ക് വേണ്ട പാത്രങ്ങള്, എനിക്ക് വേണ്ട സകല സാധനങ്ങളും പിക്കപ്പേ കൊണ്ടുവന്ന് രാവിലെ താഴെ നിൽക്കുക. അല്ലെങ്കിലും ഞാൻ അപ്സ്റ്റേഴ്സിലാണ് താമസിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്റെ കാര്യം ആരാ അവിടെ പറഞ്ഞത്? എന്നെ കുറിച്ച് ആരാ സംസാരിച്ചത്? ആരാ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്? എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ആ പ്രിയ മാതാവുമായിട്ട് ഇന്നും ഈ പ്രിയപ്പെട്ടവരുമായിട്ട് എല്ലാം എനിക്ക് നല്ല സ്നേഹബന്ധമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും മുന്നോട്ട് പോകട്ടെ. അങ്ങനെ കർത്താവ് ഈ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ 1 by 1 ആയിട്ട് ഈ ഒരുപാട് അത്ഭുതങ്ങള് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ നടത്തി. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ ദിവസങ്ങളില് ഹല്ലേലൂയ എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നു. അതിനുശേഷം 2017 ആയപ്പോഴത്തേന് കർത്താവ് എനിക്കൊരു ഹല്ലേലൂയ വീട് കിട്ടിയ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്ക് വീട് കിട്ടിയതല്ല, വീട് വാങ്ങിക്കാൻ കൃപ തന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. എപ്പോഴും എന്റെ സൺ പറയുമായിരുന്നു, മമ്മ, യു ആർ എ സിംഗിൾ മം, ഹൗ ക്യാൻ യു ബൈ എ ഹൗസ്? ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴ് ഹല്ലേലൂയ ഒരു ടാക്സ് ഏജന്റ് വീട്ടിൽ വന്ന് നമുക്ക് ടാക്സിന്റെ റിട്ടേൺസിന് വേണ്ടി വന്നപ്പോഴ്, ഞാൻ താമസിക്കുന്ന വീട് നിന്റെ സ്വന്തമാണോ? ഞാൻ പറഞ്ഞ അല്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ബൈ എ ഹൗസ്. കാരണം ദൈവം ഓരോരുത്തരെ ഇടപെടുത്തിക്കുന്ന രീതിയാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹം പോയി. പ്രിയമുള്ളവരെ, 2016 ആയപ്പോഴത്തേന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ചെയ്ത കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പേഴ്സ് എടുത്തു, ഞാൻ എൻ്റെ ലോഞ്ച് റൂമില് ആ കോർണറിൽ ഇരിക്കും, ഞാൻ ആ താറയിൽ ഇരിക്കും, ആ കാർപ്പറ്റിൽ ഇരിക്കുക. എന്നിട്ട് ഈ കർത്താവിനോട് പേഴ്സ് തുറന്നിട്ട് ഞാൻ കാണിച്ചു, കർത്താവേ, എൻ്റെ ഇത്രയും രൂപയേ ഉള്ളൂ,
നീ എനിക്ക് വീട് വാങ്ങിക്കാൻ തരണം, വീട് വാങ്ങിക്കാൻ കൃപ തരണം. ആ ഒരു 5 months കൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് എൻ്റെ കയ്യില് ഒരു വീട് വാങ്ങിക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അവിടെയും അത്ഭുതം ഞാൻ കണ്ടത്, ഞാനൊരു പഴയ വീട് പോയി നോക്കി. എന്നാൽ രാത്രി ദൈവം ഒരു ദർശനം കാണിച്ചു. ആ വീടിനകത്തൊരു പ്രശ്നമുണ്ട്, ഒരു ലീക്കിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ 3 ദിവസം കൂളിംഗ് ഓഫ് പീരീഡാ. ആ കൂളിംഗ് ഓഫ് പീരീഡിൽ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വീണ്ടും വീട് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി 2 മാസം കൂടെ മുമ്പിലുള്ളൂ. കാരണം അറ്റ് പ്രസന്റ് താമസിച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുക, ഞാൻ വീട് വാങ്ങിച്ചിരിക്കും, കർത്താവ് എനിക്ക് തരും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഹൗസ് ഹല്ലേലൂയ കർത്താവ് കാണിക്കുകയും അതിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ ഹല്ലേലൂയ ഇടപെടലിനാൽ ഹല്ലേലൂയ എനിക്ക് പറയാൻ വാക്കുകളില്ല. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. കർത്താവിനെ ഹെൽപ്പ് ചെയ്തു, കർത്താവിനെ സഹായിച്ചു, കർത്താവിനെ ശക്തീകരിച്ചു. അങ്ങനെ പുതിയൊരു കർത്താവ് ഒരു വീട് വാങ്ങിക്കാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് മഹത്വവും മാനവും സ്തുതിയും അർപ്പിക്കുക. പ്രിയമുള്ളവരെ, തകർന്നു പോകാമായിരുന്നു എന്നെ. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ തകർന്നു തരിപ്പണമാകാൻ എന്നെ ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം നിർത്തി. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, 2013 എൻ്റെ പ്രിയപ്പെട്ടവന് ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു കാർഡിയാക് അറസ്റ്റാൽ മാറ്റപ്പെടാനിടയായി. അതിന്റെ ഹൃദയത്തെ വല്ലാതെ ഒലച്ചു കളഞ്ഞ ഒരു അനുഭവമായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ മാതാപിതാക്കള് അദ്ദേഹത്തെ സഹായിക്കാൻ റെഡിയായി നിൽക്കുക. ഇതിനിടയ്ക്ക് അനേക ആൽക്കഹോളിക് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. അതും പറയേണ്ടിയിരിക്കുന്നു. അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഏറ്റവും അവസാനത്തെ ദിവസം അദ്ദേഹം അവർക്ക് ക്ലാസ് എടുക്കും. അതുപോലെ അപ്പൊ എല്ലാരും വിചാരിക്കും ഇനിയും റോബി ഒരിക്കലും കുടിക്കത്തില്ല. അതുപോലെ ഓവർ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും അദ്ദേഹം പുറത്തു വരുന്നത്. അനേക സന്ദർഭങ്ങള് ഒരു 3 ഡി അഡിക്ഷൻ സെന്റേഴ്സ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. മാതാപിതാക്കളെ സഹായിക്കാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേരൻസ്, അദ്ദേഹത്തിന്റെ മമ്മി, സഹോദരങ്ങള്, പാസ്റ്റേഴ്സ്, എവരിബഡി ഈസ് റെഡി ടു ഹെൽപ്പ് ഹിം. എന്നാൽ ഹല്ലേലൂയ, എന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഹല്ലേലൂയ രക്ഷ വ്യക്തിപരമാണ്. അത് കാണിച്ചു കൊടുക്കാനേ ഒക്കത്തുള്ളൂ നമുക്ക്. അതിലേക്ക് പ്രവേശിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം എന്നെ വല്ലാതെ ഒലച്ചു. ഞാൻ തകർന്നു പോയി പ്രിയമുള്ളവരെ. ഞാൻ കർത്താവിന്റെ സമയം ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം ഹല്ലേലൂയ 1 കൊരിന്ത്യർ 7:16 ഇപ്രകാരം പറയുന്നു: സ്ത്രീയെ, നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇങ്ങനൊരു വചനം ഞാൻ കണ്ടിട്ടില്ല. കർത്താവിനോട് വ്യക്തിപരമായി സംസാരിച്ചു. രക്ഷ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതിലേക്ക് പ്രവേശിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഈ രക്ഷ അത്രമാത്രം വലുതാണ്. ഇത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പകർന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ 1-2 കാര്യങ്ങളൂടെ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഇതിനു മുൻപേ വിചാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? എൻ്റെ പ്രാർത്ഥനയിൽ കൂടെ, എൻ്റെ ഉപവാസത്തിൽ കൂടെ, എൻ്റെ കണ്ണുനീരിൽ കൂടെ അദ്ദേഹം മടങ്ങി വരും. ഹല്ലേലൂയ. അദ്ദേഹം യേശുവിലേക്ക് വന്നു, രക്ഷയിലേക്ക് വന്നു. ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്നാൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കണ്ണുനീരോട് നമ്മൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അതിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മദ്യപാനികൾ ആരെങ്കിലും എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോട് ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ദൈവദാസന്മാരോട്, ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്താണ് മദ്യപാനം. അതിലേറ്റവും കൂടുതൽ ഭാരം അനുഭവിക്കുന്നവരെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവരുടെ ദുഃഖമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരെ ഹല്ലേലൂയ, എന്നാൽ കർത്താവിനെ നിർത്തിയത് കൊണ്ട് മാത്രം ഞാൻ നിന്നതാണ്, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പൊടി പോലും കിട്ടാതെ വണ്ണം ഈ ഭൂമിയിൽ ഞാൻ അവശേഷിക്കത്തില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരിക്കൽ പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിപ്പാൻ പോലും
പോലും എൻ്റെ കർത്താവ് എനിക്ക് അനുവദിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഹല്ലേലൂയ, ആത്മഹത്യ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഈ ജീവിതം, ഹല്ലേലൂയ, പണം കയ്യിലില്ലെന്നിരിക്കട്ടെ, ഒരു ചില്ലി പൈസ നിന്റെ കയ്യിലില്ലെന്നിരിക്കട്ടെ, ഡസൻ മാറ്റർ, കർത്താവ് നിറയ്ക്കാൻ ശക്തനാണ്. കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കാൻ ശക്തനാണ്. പ്രിയമുള്ളവരെ, ഇത് മാജിക്കൊന്നുമല്ല. അവനിൽ നിങ്ങളൊന്ന് ആശ്രയിച്ച് നോക്ക്, അവനിലൊന്ന് ശരണപ്പെട്ട് നോക്ക്. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, ഹല്ലേലൂയ, ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വൈ ഡോണ്ട് യു ട്രൈ ജീസസ്? ഹല്ലേലൂയ. യേശുവെന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ യേശുവിനെ അറിയാം, എന്നാൽ അവനെ നിനക്ക് അടുത്തറിയാമോ? അവനെ നിനക്ക് എത്രമാത്രം ക്ലോസ് ആയിട്ട് അറിയാം? നിന്റെ ഹൃദയ രഹസ്യങ്ങള് നീ ആരോടാ പങ്കുവെക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കണ്ണുനീരിന്റെ സമയത്ത്, കഷ്ടതയുടെ സമയത്ത് എനിക്ക് ഓടിച്ചെന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നാട്ടിൽ നിൽക്കത്തില്ല പച്ചാ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, എനിക്ക് ഒരു മനുഷ്യരിൽ ആശ്രയിക്കാതെ എന്നെ മുന്നോട്ട് പോകണം. ഇത് മാത്രമാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. എന്നാൽ എൻ്റെ ദൈവം എന്നെ കൃപ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ മക്കൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? ഇതൊരു ദുരാത്മ ശക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയില്, ഹല്ലേലൂയ, ഇത് നമ്മുടെ ഏറിയക്കകത്ത് കടക്കാതെ വണ്ണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ഹല്ലേലൂയ, ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഉടയപ്പെടാതെ ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ ഉടഞ്ഞു പോയപ്പോൾ അനേക പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തു, കർത്താവേ, എന്ത്, വൈ മീ? ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ബ്രോക്കണായി പോയി, തകർന്നു പോയി, ചെതറിപ്പോയി. ഇനി മിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ല. ഹല്ലേലൂയ, അങ്ങനെയുള്ള ബ്രോക്കൺ പീസസിനെ എടുത്തിട്ട് അവൻ മെന്റ് ചെയ്ത്, ഹോള് ചെയ്ത്, ഹല്ലേലൂയ, അനേകർക്ക് ധൈര്യം പകരുവാൻ, അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് എന്നെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത് പറയട്ടെ. ദൈവത്തിന് അന്നും ചെറുപ്രായം മുതല് ദൈവത്തിന്റെ വചനം എനിക്ക് ഭയങ്കര ഹല്ലേലൂയ ജീവന. ഞാൻ ആളുകളോട് സംസാരിക്കും, എന്നാൽ വചനത്തിൽ നിന്ന് എനിക്കൊരു വചനം കിട്ടിയാൽ ഞാൻ അതേ കയറി പിടിക്കും. ഹല്ലേലൂയ. എന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം തന്ന ഒരു വചനം ഞാൻ നിങ്ങളോട് പറയട്ടെ. യെശയ്യാ പ്രവാചകൻ 54 അധ്യായം 10 വാക്യം. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റുകളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ലഞ്ചനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം, നിന്റെ അറ്റങ്ങളെയൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് നീ അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടാനില്ലല്ലോ. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കാൻ, നിനക്ക് ഭയപ്പെടാനില്ല. ആരെങ്കിലും ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടി അവൻ നിന്റെ നിമിത്തം വീഴും. ഇത് വചനമാ, ഇത് വചനം. നമുക്ക് താഴോട്ട് വായിക്കുമ്പോ എഴുതിയിട്ടുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ഒരു പക്ഷേ മന്ത്രവാദത്തിന്റെ പിടിയിലോ അഭിചാരത്തിന്റെ പിടിയിലോ ഹല്ലേലൂയ വേറെ ഏതെങ്കിലും ഹല്ലേലൂയ ദുരാത്മ ശക്തികളുടെ സ്വാധീനത്തിലോ നിങ്ങൾ ഇന്ന് രാത്രിയിലായിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കം ബാക്ക് ടു ദ ലോർഡ്, കം ബാക്ക് ടു ജീസസ്. ഇന്ന് എന്നെ കേൾക്കുന്നവര്, ബാക്ക് സ്ലൈഡേഴ്സ് എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ യേശുവിൽ നിന്ന് അകന്നു പോയെങ്കിൽ മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് എത്ര പേർക്കറിയാം? നമ്മുടെ കൈകളിലെ വിരലുകളില്, ഓരോരുത്തരുടെയും വിരലുകളിലുള്ള ഹല്ലേലൂയ ഈ ഫിംഗർ പ്രിന്റ് വ്യത്യാസമാണ്. അതുപോലെ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള പർപ്പസ് വ്യത്യാസമുണ്ട്, വിളി വ്യത്യാസമുണ്ട്. നമ്മളെ ഹല്ലേലൂയ ഓരോ വ്യക്തികളെയും ദൈവം പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം മടങ്ങി വരണം. ആ കർത്താവ് നമ്മളെ ഇന്ന് രാത്രിയിൽ സ്നേഹിക്കുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്റെ ഹൃദയത്തിനകത്ത് പാട്ടുകൾ കൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അന്യദേശത്ത് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുൻപ് ഒരു ദിവസം എന്നോട് ദൈവം സംസാരിച്ചത് ദർശനത്തിൽ കൂടെ സംസാരിക്കാറുണ്ടായിരുന്നു, പാട്ടിൽ കൂടെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, വചനത്തിൽ കൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നോട് പോരുന്നതിന് മുമ്പ് കർത്താവ് തന്നൊരു പാട്ട്, ആ പാട്ട് ഇങ്ങനെ വരികയാ.
ജീവന്റെ നായകൻ കൂടെയുണ്ടല്ലോ, അലഞ്ഞു പോകുവാൻ അനുവദിക്കയില്ല, നല്ലിടയെ ആലയിൽ ചേർത്തിടൂ. ഇത് മർത്തോമായ ചർച്ചിൽ നിൽക്കുമ്പോൾ മാരാമൺ കൺവെൻഷൻ കേട്ട പാടാണ്. ജീവന്റെ നായകൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പില് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഞാൻ ദൈവസന്നിധിയിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വഴികൾ ഓപ്പൺ ആയത്. ഞാൻ പിടിച്ചു വെക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ഒത്തിരി പിടിച്ചു വെച്ച് അല്ല, എൻ്റെ ഇഷ്ടത്തിനല്ല കർത്താവെ നിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, അദ്ദേഹത്തെ റിലീസ് ചെയ്തു. പലപ്പോഴും നമ്മൾ വിചാരിക്കും കർത്താവെ, നമ്മള് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് അല്ല, പക്ഷെ God knows everything. He is the Alpha and He is the Omega. He is the beginning and He is the end. കർത്താവ് അവൻ ആദ്യവും അവസാനവുമാ. ഹല്ലേലൂയ. അവന് He is the great I am. ഞാനാകുന്നെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ഇന്ന് ഹല്ലേലൂയ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ, എനിക്കൊന്ന് ഹല്ലേലൂയ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും, നമ്മുടെ ഇല്ലായ്മയിലും ഉണ്മയിലും എല്ലാത്തിലും കൂടിയിരിക്കാമെന്ന് പറഞ്ഞ് ഉഭയസമ്മതം ചെയ്ത വ്യക്തി എന്റെ കൂടെ ജീവിച്ചില്ല എന്ന് മാത്രമല്ല, ജീവിക്കാൻ അനുവദിച്ചുമില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് അങ്ങ് അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പായുടെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു 4 ലൈൻ നിങ്ങളോട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ പാട്ട് പാടി ഞാൻ ഹാലൊരു കൺക്ലൂഷനിലേക്ക് വന്ന് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി അവസാനിപ്പിക്കാം. എൻ പ്രിയൻ വാലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യേനാ, പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി നീടിലും, വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലോ, എൻ കാന്തൻ കാത്തിടോ, എൻ പ്രിയൻ പോറ്റിടോ, എന്നാഥൻ നടത്തിടോ അന്ത്യം വരെ. ഹല്ലേലൂയ. അവൻ നിന്നെ കാക്കും പരിപാലിക്കും, അന്ത്യം വരെ കൂടിയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ഹല്ലേലൂയ കരുത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിത്യത നമുക്കുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ ആദ്യമം ഹല്ലേലൂയ എങ്ങനെയാണെന്നുള്ളത് വിഷയമല്ല, നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ എങ്ങനെയാണെന്ന് വിഷയമല്ല, എന്നാൽ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അവന്റെ മുൻപിൽ നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നാം നീതിയുടെ കിരീടം പ്രാപിക്കും. അല്ല, മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കണമെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? ട്യൂൺ യുവർ ഇയേഴ്സ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. എപ്പോഴും ദൈവിക ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഒന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ, നമ്മുടെ അവയവങ്ങളെ മുഴുവൻ കർത്താവിന്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. എനിക്ക് സ്വയമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല കർത്താവെ, ഈ അഡിക്ഷൻസിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. അല്ലിപ്പോൾ ഞാൻ പോകുന്ന ഈ കടബാധ്യതയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല കർത്താവെ. എൻ്റെ കുടുംബജീവിതത്തിനകത്തെ തകർച്ച എനിക്ക് പറ്റുന്നില്ല കർത്താവെ. തലമുറകളുടെ അഡിക്ഷൻസുകള്, തലമുറകളുടെ അനുസരണക്കേടുകള്, മുന്നോട്ടുള്ള വഴികളിൽ എനിക്ക് പറ്റുന്നില്ല നാഥ എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. അവൻ നമ്മെ നടത്താൻ ശക്തനാണ്. എങ്ങനെ നടത്തും? ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്നെ എത്രത്തോളം അറിയാം. പ്രിയമുള്ളവരെ, ഒരു ബയോളജിക്കൽ ഫാദർ ഹല്ലേലൂയ എത്രത്തോളം അറിയുന്നതിനേക്കാൾ എത്രയോ ഉപരി എൻ്റെ
പിതാവ് എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു, എൻ്റെ ബയോളജിക്കൽ ഫാദർ. എൻ്റെ അപ്പൻ്റെ മടി കിടന്ന് അല്ലെങ്കിൽ ഒത്തിരി കഥകൾ കേട്ടിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കുന്നു, ചാരുകസേര വെളിയിലിട്ടിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു ഒത്തിരി ലാളിച്ച് വളർത്തിയതാ ഞാൻ. അതുകൊണ്ട് അത്രയും വിശദമായിട്ട് പറഞ്ഞത്. എന്നാൽ തകർക്കപ്പെടാൻ കർത്താവ് എന്നെ അനുവദിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ, ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി ഞാൻ സകല മഹത്വവും സകല ബഹുമാനവും കർത്താവിന് അർപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള ബഹുമാനത്തെ സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടി ചെയ്യുന്ന ഈ ശുശ്രൂഷ ഇത് ലോകമെമ്പാടും അനേകർ കേൾക്കുന്നതോടൊപ്പം അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയായി ഇത് തീരുന്നത് കേൾക്കുന്നതിൽ വലിയ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഒപ്പം ഞാനും സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നിങ്ങളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞാൻ വീണ്ടും എന്നെ ഇത്രയും സമയം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്നേഹത്തിൽ നാം നിൽക്കുന്നതോടൊപ്പം നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ സൂസൻ റോബി തോമസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച്, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റി ഇവിടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസി ഒടുക്കമായി പറഞ്ഞതുപോലെ ഉടയാതെ ഉപയോഗിക്കപ്പെടുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം, എല്ലാം ഓക്കെ ആയതിനു ശേഷം ഉപയോഗിക്കുക എന്നുള്ളതല്ല. പകരം എല്ലാം തകർന്ന് എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ യിരെമ്യാപ്രവചനം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിത് യജമാനന് ഇഷ്ടമുള്ളൊരു പാത്രമായി രൂപപ്പെടുവാൻ നാം റിക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില അനുഭവങ്ങൾ. ബയോളജിക്കലി ഒരു പക്ഷെങ്കിൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നല്ല കുടുംബം, നല്ല സഹോദര ബന്ധങ്ങൾ, അതുപോലെ സാമ്പത്തികം, വിദ്യാഭ്യാസം, മറ്റ് സാമൂഹിക ചുറ്റുപാടുകൾ എല്ലാം ഓക്കെ ആയിരിക്കും. ലോകപ്രകാരം മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ആ പുറമേയുള്ള സംഭവങ്ങളൊന്നും ഒരു വിഷയമല്ല. സ്തോത്രം. കർത്താവിന് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ പദ്ധതിയും പ്ലാനും പ്രകാരം നമ്മളെ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചില വഴികൾ നമ്മുടെ മുൻപാകെ ദൈവം ക്രമീകരിക്കും. ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. നാഥൻ നമ്മെ ജയോത്സവമായി വിജയക്കൊടി പാറിക്കുവാൻ, നമ്മെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്തിരി സംഭവങ്ങൾ, കണ്ണുനീരിൻ്റെ ദിനരാത്രങ്ങൾ, വേദനാജനകമായ ഒത്തിരി അനുഭവങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഏറെ സ്വപ്നങ്ങളുമായി, ഏറെ പ്രതീക്ഷകളുമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. അധികം താമസിയാതെ തന്നെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ തച്ചുടയ്ക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു എന്ന് അതിൻ്റെ മൊത്തം ഒരു ചിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം എന്നിവിടെ രൂപപ്പെട്ടത് തന്നെ. സ്തോത്രം. ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകൾ, തുളുമ്പലുകൾ ദൈവദാസിയുടെ ജീവിതത്തിൽ ആമേനെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കടന്നുപോയതായ കണ്ണുനീരിൻ്റെ ദിനരാത്രങ്ങളൊക്കെ ഇന്ന് ദൈവം സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മാനുഷികമായി, ബയോളജിക്കലി ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും വേദനകളും ഉണ്ട്. എന്നാൽ അതൊക്കെയും താൽക്കാലികമായി മാത്രം ജീവിതത്തിൽ സംഭവിച്ചതാണ്
ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അത് വേദനയോടുകൂടി അതിൻ്റെ പുറംചട്ട എല്ലാം പൊളിഞ്ഞു മാറി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന, അതിൽ അന്തർലീനമായിരിക്കുന്ന മനോഹരമായ വിത്ത് തയ്യ് പുറത്തു വന്ന് അത് നല്ല നിലയിൽ തളിർത്ത് ഫലപ്പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിത്തിൻ്റെ ഉപയോഗം വെളിപ്പെട്ട് വരുന്നത്. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഒരു വിത്തായി നമ്മെ ആക്കി വച്ചിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചാകുന്നു എങ്കിലോ അത് വളരെ ഫലം കായ്ക്കും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഏറെ ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. ആയാൽ കർത്താവിൻ്റെ ദാസിയെ ദൈവം ഇന്ന് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ, ഒരുപാട് പേർക്ക് ആശ്വാസവും അനുഗ്രഹമായിരിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാവിധമായ ആത്മീയ ഭൗമിക നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് തന്ന് വീണ്ടും ആദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേട്ടപ്പോൾ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയമാണ്, എൻ്റെ ജീവിതമാണ് പ്രിയ സഹോദരി പറഞ്ഞത് എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ അതുപോലും വെളിപ്പെടുത്തുവാൻ നിങ്ങൾ കഴിയാതെ ഇരുളിൻ്റെ മറവുകളിൽ, ഇരുട്ടറകളിൽ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ സ്നേഹത്തിൻ്റെ കവാടം, ആ സ്വർഗത്തിൻ്റെ വാതിൽ അടയപ്പെട്ടിട്ടില്ല. ആകയാൽ വാത്സല്യ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ ഉത്തമമായ ആ പാത ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ആയിരിക്കുന്നിടത്ത് കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ വെമ്പൽ കൊള്ളാം. കണ്ണുനീരോടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നു. ഒരുപക്ഷെങ്കിൽ മദ്യമായിരിക്കാം, മയക്കുമരുന്നുകളായിരിക്കാം, ലഹരി വസ്തുക്കളായിരിക്കാം, മറ്റു പല പാപത്തിൻ്റെ ലോകത്തിൻ്റെ സ്വാധീനമായിരിക്കാം ഒരുപക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ പിടിച്ചടക്കി വലിച്ചടച്ചു കൊണ്ടിരിക്കുന്നത്. അതവരെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ, ഞാനിതാ എന്നെയും എൻ്റെ മക്കളെയും, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കന്മാരെ, എൻ്റെ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം കർത്താവിൻ്റെ ദാസി സൂസൻ റോബി ആമേൻ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞാൻ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് തന്ന ഈ സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ, ഇന്ന് ഏത് വിഷയത്തിന്റെ മുൻപിലാണ് ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിന്റെ മുൻപിലാണ് ദുഃഖത്തിലായിരിക്കുന്നത്, ഏത് വിഷയത്തിന്റെ മുമ്പിലാണ് കണ്ണുനീരിലായിരിക്കുന്നത്, ഓരോ ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, അടുത്തറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ അറിയുന്ന അപ്പച്ച, അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഹൃദയം തകർന്ന, മനസ്സ് തകർന്ന, ഹല്ലേലൂയ കർത്താവേ, ആരാലും ഹല്ലേലൂയ ആശ്രയമില്ലാതിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ഹല്ലേലൂയ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ കടന്നുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ കടഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ യേശുവിനെ അറിഞ്ഞിട്ടും വേണ്ട പോലെ അറിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാക്ക് സ്ലൈഡേഴ്സ് ആയിരിക്കുന്നവരെല്ലാം മടങ്ങി വരേണ്ടതിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു ജീവിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് ഹല്ലേലൂയ അറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അറിയുന്ന, അടുത്തറിയുന്ന, ഞങ്ങളെ ഇത്രത്തും ഞങ്ങളുടെ ഇന്നലെ അറിഞ്ഞ കർത്താവ്, ഞങ്ങളുടെ ഇന്നിനെ അറിയാവുന്ന കർത്താവ്, ഞങ്ങളുടെ
കാളകളെ അറിയാവുന്ന കർത്താവിന്റെ പൊൻകരത്തിലേക്ക് മുഴുവനായി ഞങ്ങൾ ഏൽപ്പിച്ച ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, രക്തക്കോട്ടയെ ഞങ്ങളെ മറയ്ക്കണമേ. ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ നിത്യതയ്ക്കായിട്ട് ഓരോരുത്തരെയും ഒരുക്കണമേ. ഈ ലോക ജീവിതം വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം, ഹല്ലേലൂയ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ നീ സഹായിക്കണം. കർത്താവേ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം നടത്തുന്ന ഈ ശുശ്രൂഷയെ അങ്ങ് ഐശ്വര്യമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾവിക്കാരായി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ തരുന്നു. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ഒരുക്കിക്കാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സൂസൻ റോബി തോമസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ആരോ മാറ്റിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ TV-യിൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com